ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. 9. കളങ്ങളിൽ നിന്ന് പുറത്തു കടന്ന ഭാർഗവൻ ബോധരഹിതനായി നിലത്തേക്ക് വീഴുകയും അല്പസമയത്തിനകം കണ്ണു തുറന്ന് താൻ എവിടെയാണ് എന്ന ഭാവത്തിൽ ചുറ്റും നോക്കുകയും ചെയ്തു. മുത്തശ്ശന്റെ ഈ പെരുമാറ്റം കണ്ട് എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാകാതെ ഭയന്ന് നിൽക്കുന്ന പല്ലവി അദ്ദേഹത്തിന്റെ തുടർന്നുള്ള ചെയ്തികൾ കണ്ടാണ് കൂടുതൽ പകച്ചുപോയത്. തന്റെ പ്രിയപ്പെട്ട പല ചിത്രങ്ങളും ശില്പങ്ങളും ഒരു ഭ്രാന്തനെ പോലെ തല്ലി തകർക്കുകയാണ് അയാൾ. പല്ലവി ഈ ഭ്രാന്തമായ പ്രവൃത്തി കണ്ട് ഭയന്ന് തന്റെ മുത്തശ്ശൻ എന്താണ് സംഭവിച്ചത് എന്ന ചോദ്യഭാവത്തിൽ അനന്തനെ നോക്കുമ്പോൾ അവനും സംഭവിക്കുന്നത് എന്താണെന്ന് മനസ്സിലാകാതെ നിസ്സഹായനായി നിൽക്കുകയാണ്. മന്ത്രക്കളങ്ങളിൽ നിന്നും പുറത്തു വന്ന ഭാർഗവന്റെ പെരുമാറ്റം കണ്ട് ഏവരും ഭയന്നു. അയാൾ തല്ലി തകർക്കുന്ന ഓരോ വസ്തുവും അയാൾക്ക് എത്രയേറെ പ്രിയപ്പെട്ടതാണെന്ന് അവിടെയുള്ള എല്ലാവർക്കും നന്നായി അറിയാവുന്നതാണ്. ഇപ്പോഴാണ് എനിക്ക് ആശ്വാസമായത്. ഭാർഗവൻ പറയുന്നത് കേട്ട് എല്ലാവരും പരസ്പരം നോക്കി. അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിന്റെ കാരണം എന്തെന്നറിയില്ലെങ്കിലും ആൾ സ്വബോധത്തോടു കൂടി തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്ന സംസാരത്തിൽ നിന്നും വ്യക്തമാണ്. ഞാൻ ഈ വസ്തുക്കൾ തല്ലി തകർക്കാനുള്ള കാരണം ഇവയെല്ലാം വ്യാജമായിരുന്നു. ഞാൻ എന്റെ സ്ഥാപനത്തിൽ ഇങ്ങനെയുള്ളവ വിൽക്കാൻ അനുവദിക്കുന്നതല്ല. എനിക്കറിയില്ല എങ്ങനെയാണ് എന്നെ അവർ ചതിച്ചതെന്ന് അയാൾ നിരാശയോടെ പറഞ്ഞു. അത് പറയുന്നതിനോടൊപ്പം 1-2 വസ്തുക്കൾ കൂടി കണ്ണിൽ പെടുകയും അവ കൂടി നശിപ്പിക്കുകയും ചെയ്തു അയാൾ. അനന്തന് മനസ്സിലായി അയാൾക്ക് സംഭവിച്ചത് എന്താണെന്ന്. അത്രയേറെ ശക്തിയുള്ള ആഭിചാരമായിരുന്നു അയാൾക്ക് നേരെ ആരോ ചെയ്തിരുന്നത്. അതിന്റെ ഫലമായി നഷ്ടപ്പെട്ടു തുടങ്ങിയ കാഴ്ച പൂർവാധികം ശക്തിയോടെ അയാൾക്ക് തിരികെ കിട്ടിയതിന്റെ ഫലമാണ് ഇപ്പോൾ കാണുന്നത്. വർഷങ്ങളുടെ അനുഭവ പാരമ്പര്യമുള്ള അയാളുടെ കണ്ണുകൾക്ക് വീണ്ടും ഒറ്റ നോട്ടത്തിൽ വ്യാജമായത് ഏതെന്ന് കൃത്യമായി അറിയാൻ സാധിക്കുന്നു. അയാൾക്ക് തിരികെ വന്നിരിക്കുന്ന കാഴ്ചയുടെയും ആത്മവിശ്വാസത്തിന്റെയും ഫലമായി തന്റെ കണ്ണട പോലും ഉപേക്ഷിച്ചിരിക്കുകയാണ്. ശരീരത്തിനും മനസ്സിനും ഉണർവ് കൈവന്നതിന്റെ ലക്ഷണം ഭാർഗവന്റെ ഓരോ ചെയ്തികളിലും വ്യക്തമാണ്. അടങ്ങാനാവാത്ത ദേഷ്യത്തോടെ പല്ല് ഞെരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, ഇതെല്ലാം ആ കൈമളിന്റെ കുടുംബം ചെയ്ത ചതിയായിരുന്നു. അയാളെയും ബ്രഹ്മദത്തനെ ഞാൻ വെറുതെ വിടില്ല. എല്ലാത്തിനും ഒടുവിൽ അയാൾ അല്പനേരം ഒന്നും മിണ്ടാതെ ആ ക്യാബിനിൽ വിശ്രമിച്ചു. കൂടെ അനന്തനും ഉണ്ടായിരുന്നു. മുത്തശ്ശ, ആഹാരം റെഡിയായി, പല്ലവി അയാളുടെ ചെവിയിൽ പറഞ്ഞു. പല്ലവിയുടെ സ്വരം കേട്ട ഭാർഗവൻ അനന്തനെ കഴിക്കാൻ ക്ഷണിച്ചു. ആ ജ്വല്ലറിയോട് കൂടെ തന്നെ ചേർന്ന് നിർമ്മിച്ച സകല ആഡംബരങ്ങളുമുള്ള ഒരു വിശ്രമ സ്ഥലം, ഒരു തികഞ്ഞ ഗസ്റ്റ് ഹൗസിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അകത്ത് തീന്മേശയിൽ പലതരം വിഭവങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട്. വിളമ്പാൻ ഒത്തിരി ജോലിക്കാരും. പല്ലവിയും മുത്തശ്ശനും മാത്രമാണ് അനന്തനൊപ്പം ഇരിക്കുന്നത്. മാനേജർ നാഗേന്ദ്രൻ പോലും വിനയത്തോടെ മാറി നിൽക്കുകയാണ്. ഭാർഗവൻ എഴുന്നേറ്റ് സ്വന്തം കൈകൾ കൊണ്ട് തന്നെ ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് വീഞ്ഞ് പകർന്ന് അനന്തന് നൽകി. അനന്ത, ഞാനൊരു ബിസിനസ്സുകാരനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആരെന്ത് ചെയ്തു തന്നാലും അതിനുള്ള പ്രതിഫലം നൽകിയില്ലെങ്കിൽ പിന്നെ മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല. നീ ഇപ്പോ ഈ ചെയ്തു തന്ന സഹായത്തിന് എന്റെ ജീവൻ തന്നെ ചോദിച്ചാലും ഒരു മടിയും കൂടാതെ ഞാനത് നൽകും. അത്രയും പറഞ്ഞുകൊണ്ട് ഭാർഗവൻ ഒരു ഡെബിറ്റ് കാർഡ് എടുത്ത് അനന്തനെ ഏൽപ്പിച്ചു. ഇതില് 3 കോടി രൂപയുണ്ട്. എന്റെ സന്തോഷത്തിന് വേണ്ടി ഒരു ചെറിയ സമ്മാനമായി കണ്ട് മോൻ ഇത് സ്വീകരിക്കണം. ഇത്തവണ ഭാർഗവൻ തന്നെ അപമാനിക്കുന്നതായി അനന്തന് തോന്നിയില്ല. എങ്കിൽ പോലും അവൻ ആ കാർഡ് സ്വീകരിക്കാൻ തയ്യാറായില്ല. അവൻ അത് സ്നേഹത്തോടെ തന്നെ നിരസിച്ചു. പെട്ടെന്ന് പല്ലവി ചോദിച്ചു, മുത്തശ്ശ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? നമുക്ക് ഒരുപാട് ബിസിനസ് ഇല്ലേ? നമ്മുടെ ബിസിനസ് കൂടുതലും ഈ പുരാവസ്തുക്കളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതുമാണ്. അനന്തനെ പോലെ ഒരാള് നമുക്ക് സത്യത്തിൽ ആവശ്യമുള്ളതല്ലേ? നമ്മുടെ സ്ഥാപനത്തിൽ അഡ്വൈസർ പോസ്റ്റിലേക്ക് അനന്തനെ നിയമിച്ചാലോ? പല്ലവി അത്രയും പറഞ്ഞ ശേഷം മുത്തശ്ശനെയും അനന്തനെയും പ്രതീക്ഷയോടെ നോക്കി. അനന്തന് ഒരു ജോലിയുടെ ആവശ്യകതയുണ്ട് എന്നുള്ളത് നേര് തന്നെയാണ്. എന്നിരുന്നാലും ഇങ്ങനെ ഒരു കടപ്പാടിന്റെ പേരിൽ അവൻ ആ ജോലി ആഗ്രഹിക്കുന്നില്ല. അനന്തൻ തന്റെ മനസ്സിലുള്ളത് അവരോട് തുറന്നു പറഞ്ഞു. എന്താ പല്ലവി, നീ കൊച്ചുകുട്ടികളെ പോലെയൊക്കെ സംസാരിക്കുന്നത്? അനന്തനെ പോലെ കഴിവും യോഗ്യതയും ഉള്ള ഒരാളെ ഇങ്ങനെ ചെറിയൊരു പോസ്റ്റിലേക്കാണോ നിയമിക്കേണ്ടത്? ഭാർഗവൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് മനസ്സിലാകാതെ പല്ലവി അയാളെ നോക്കി.
ഭാർഗവൻ അടുത്തു നിന്ന സ്റ്റാഫിനോട് എന്തോ മെല്ലെ പറഞ്ഞതും അവർ അതിന് തലയാട്ടിക്കൊണ്ട് ആ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി. അല്പനേരം കഴിഞ്ഞ് ഒരു ഫയലുമായിട്ടാണ് ആ സ്റ്റാഫ് അവിടേക്ക് വരുന്നത്. അനന്തനും പല്ലവിയും അതിലെന്താണെന്ന് മനസ്സിലാകാതെ ഭാർഗവനെ നോക്കി. അനന്തന്റെ മുന്നിലേക്ക് ആ ഫയൽ നീക്കി വെച്ചുകൊണ്ട് ഭാർഗവൻ പറഞ്ഞു, ഇത് നിന്റെ അച്ഛന്റെ ആയുർവേദ ഡിസ്പെൻസറിയുടെ ഡോക്യുമെന്റ്സാ. ഞങ്ങളായിരുന്നു കുറച്ചു കാലം മുമ്പ് ഈ ഡിസ്പെൻസറി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളിത് മടക്കി തരാം. ഇത് സ്വീകരിക്കാൻ നിനക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ അല്ലേ? ഭാർഗവൻ വളരെ സ്നേഹത്തോടെയാണ് അനന്തനോട് അത് ചോദിച്ചത്. അവൻ ആ പേപ്പേഴ്സ് നോക്കി. തന്റെ അച്ഛന്റെ ക്ലിനിക്, അതെ, അത് തന്നെയാണെന്ന് അനന്തൻ ഉറപ്പുവരുത്തി. അനന്തന്റെ മനസ്സിലൂടെ പല ഓർമ്മകളും കടന്നുപോയി. തന്റെ അച്ഛന്റെ അഭിമാനമായിരുന്നു ഒരു കാലത്ത് ഈ ക്ലിനിക്. തറവാട്ടിൽ ആരുടെയും പിന്തുണയില്ലാതെ സ്വന്തം പ്രയത്നത്താൽ ആരംഭിച്ചത്. അത് കൈമോശം വന്നതിൽ അച്ഛൻ ഏറെ ദുഃഖിച്ചിട്ടുണ്ടാകും. അത് തന്നെ കൊണ്ട് തിരികെ നൽകാൻ കഴിഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. പൂർണ്ണ മനസ്സോടെ എന്റെ അച്ഛന്റെ ക്ലിനിക്ക് തിരികെ നൽകാൻ അങ്ങ് തയ്യാറാണെങ്കിൽ ഞാനത് സന്തോഷത്തോടെ തന്നെ സ്വീകരിക്കുന്നു സർ. അനന്തൻ ഭവ്യതയോടെ പറഞ്ഞു. പല്ലവിക്കും മുത്തശ്ശനും വളരെയേറെ സന്തോഷമായി. അനന്തന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ അവർ അത്രമേൽ ആഗ്രഹിച്ചിരുന്നു എന്നത് സത്യമാണ്. പല്ലവി വേഗം ഫോൺ എടുത്ത് വക്കീലിനെ വിളിച്ച് ബാക്കി ഫോർമാലിറ്റീസ് അദ്ദേഹത്തെ ഏൽപ്പിച്ചു. അനന്ത, ഞാനൊരു കാര്യം പറയട്ടെ. നിന്റെ ഈ കഴിവുകളൊക്കെ കണ്ട് എനിക്ക് തോന്നുന്നത് നാളെ നീ മികച്ചൊരു അഭ്യാസിയായി രാജ്യമെമ്പാടും അറിയപ്പെടുമെന്ന. എനിക്ക് അതിന് ആയോധന കലകളിലൊന്നും വിശ്വാസമില്ല. പണ്ട് തറവാട്ടിലെ കളറി അഭ്യസിച്ചിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയതോടെ അത് ഉപേക്ഷിക്കേണ്ടിയും വന്നു. പിന്നെ എങ്ങനെയാ ഞാനൊരു അഭ്യാസിയൊക്കെ ആവുന്നത്? അനന്തൻ ചോദിക്കുന്നത് കേട്ട് ഭാർഗവനും പല്ലവിയും പരസ്പരം നോക്കി. എന്താണ് ഈ പറയുന്നത്? നീ ഒരു പയറ്റി തെളിഞ്ഞ കളരി അഭ്യാസിയല്ല. നാരായണ കൈമളിനെ തോൽപ്പിച്ച വാർത്ത അറിഞ്ഞതും ഞങ്ങൾ കരുതിയത് സ്വന്തം കുണ്ടലിനി ശക്തിയെ പോലും ഉണർത്തിയ സമർത്ഥനായ കളരി വീരനാണ് നീ എന്നായിരുന്നു. പിന്നെ നീ എങ്ങനെയാണ് ഇത്രയും നിസ്സാരമായി അയാളിൽ പരിക്കേൽപ്പിച്ചത്? ഭാർഗവന്റെ ചോദ്യത്തിന് എന്തു പറയണമെന്ന് അനന്തൻ ഒരു നിമിഷം ആലോചിച്ചു. തന്റെ ശക്തികൾ നാഗലോകവുമായി ബന്ധപ്പെട്ടവയാണ്. അത് മനുഷ്യരെ പറഞ്ഞ് മനസ്സിലാക്കുക തന്നെ പ്രയാസം. അവൻ അല്പസമയം ആലോചിച്ചതിന് ശേഷം അയാളുടെ ചോദ്യത്തിന് മറുപടി പറയാതെ പകരം ഒരു സംശയം പോലെ ചോദിച്ചു. കുണ്ടലിനി ശക്തി, സാറിന് ഇതൊക്കെ അറിയാമോ? ഈ 8 ചക്രങ്ങളെയൊക്കെ പറ്റി ഞാനും കേട്ടിട്ടുണ്ട്. അവയെപ്പറ്റി വിശദമായി എനിക്കൊന്ന് പറഞ്ഞു തരുമോ? അനന്തൻ ചോദിച്ചു. കൊള്ളാം, അനന്തനും മുത്തശ്ശനെ ശരിക്കും അറിയില്ലല്ലേ? ഭൂമിക്ക് കീഴിലുള്ള ഒരുവിധം എല്ലാത്തിനെ കുറിച്ചും കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് ഈ ഇരിക്കുന്ന ഭാർഗവൻ തമ്പിക്ക്. പല്ലവി അഭിമാനത്തോടെ പറഞ്ഞു. കളരിപ്പയറ്റ് കേരളത്തിന്റെ തനതായ ശൈലിയിൽ പാരമ്പര്യമായി കൈമാറി വന്ന ആയോധനാകല. അതിന് പല തലങ്ങളിൽ തരം തിരിച്ചിട്ടുണ്ട്. മെയ്ത്താരി, കോൽത്താരി, വെറും കൈ, അങ്ങനെ പലതും. ശാരീരിക അഭ്യാസങ്ങൾ മാത്രമല്ല, തികഞ്ഞ മനസാന്നിധ്യവും ഇതിനാവശ്യമാണ്. അങ്ങനെ നോക്കിയാൽ മനഃശാസ്ത്രപരമായും പല ഘട്ടങ്ങളും വിദ്യകളും ഇതിൽ പറയുന്നുണ്ട്. ആദ്യം സ്വന്തം ആത്മാവിനെ തിരിച്ചറിയണം. തികഞ്ഞ പരിശ്രമത്തിലൂടെ മാത്രമേ അത് സാധ്യമാവൂ. പിന്നെ ആത്മാവിന്റെ ഊർജം നിയന്ത്രിക്കണം. ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതൊക്കെ ഇതിന്റെ ആദ്യ പടിയാണ്. എന്നിട്ട് ഊർജത്തിന് മേൽ ആദ്യം പരിമിതമായ വിജയവും നിരന്തര പ്രയത്നത്തിലൂടെ സമ്പൂർണ്ണ വിജയവും കരസ്ഥമാക്കണം. മാത്രമല്ല, സ്വന്തം ശരീരത്തിലെ പോലെ അന്യ ശരീരത്തിലെയും ഊർജം നിയന്ത്രിക്കാൻ സാധിക്കണം. ഇതിലൂടെ മറ്റുള്ളവരുടെ ചിന്തകൾ, പ്രവൃത്തികൾ ഒക്കെ അറിയാനും ഒരു പരിധി വരെ നിയന്ത്രിക്കാനും സാധിക്കും. ഒടുവിൽ പ്രകൃതിയിലെ ഓരോ കണികയിൽ നിന്നും ഊർജം വിനിമയം ചെയ്ത് ഒരു തികഞ്ഞ അഭ്യാസിയാവാൻ സാധിക്കും. ആയോധനകല ഏതുമാവട്ടെ, ഒരു മഹാനായ അധ്യാപകൻ ഇതിലെല്ലാം പ്രാവീണ്യമുള്ളവനായിരിക്കണം. എല്ലാം ശ്രദ്ധയോടെ കേട്ടിരിക്കുന്ന അനന്തനെ നോക്കി ഭാർഗവൻ തുടർന്നു. പറയുമ്പോ ഇതൊക്കെ വെറും നിസാരം, പക്ഷെ അടുത്തറിയുമ്പോ അങ്ങനെ ആവില്ല. കളരി പഠിക്കാൻ ശ്രമിക്കുന്ന പലരും ആയോധന മുറകൾ നന്നായി പരിശീലിക്കുമെങ്കിലും ഞാനിപ്പോ ഈ പറഞ്ഞവയിൽ ഒന്നുപോലും മറികടക്കാനാകാത്തവരാ അതിൽ കൂടുതലും. അനന്തന് നാഗലോകത്തു നിന്നും ഇവയെക്കുറിച്ചെല്ലാം പരിശീലനം ലഭിച്ചിട്ടുള്ളതാണ്. എന്നിരുന്നാലും ഭൂമിയിലെ രീതികൾ വ്യത്യസ്തമായിരിക്കുമല്ലോ. അതിനാൽ ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ കൂടി വേണ്ടിയാണ് അനന്തൻ ഒന്നും അറിയാത്തവനെ പോലെ ഭാർഗവനോട് ഇതിനെക്കുറിച്ചെല്ലാം ആരാഞ്ഞത്. അദ്ദേഹത്തിൽ നിന്നും ഭൂമിയിലെ രീതികളെ പറ്റി ഒരു ധാരണ അനന്തന് ലഭിച്ചു കഴിഞ്ഞു. അവനെ സംബന്ധിച്ചിടത്തോളം
ഭൂമിയിൽ ഇത്രയേറെ സമർത്ഥമായ ആയോധന മുറകൾ നിലനിൽക്കുന്നുവെന്നത് ഒരു പുതിയ അറിവാണ്. വെടിയുണ്ടകളെയൊക്കെ തരണം ചെയ്യാനും ഈ 3-ാം ഘട്ടം വിജയിച്ച ഒരാൾക്ക് കഴിയോ? അനന്തൻ ചോദിച്ചു. ഉറപ്പായി. ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ ഈ ആർമിയിലൊക്കെയുള്ള പ്രത്യേക വിഭാഗം പട്ടാളക്കാർക്ക് ഇതിനുള്ള ട്രെയിനിങ് നൽകാറുണ്ടെന്ന്. പക്ഷെ സാധാരണ മനുഷ്യർക്ക് നിസ്സാരമായിട്ട് പ്രാപ്തമാക്കാൻ കഴിയുന്നതല്ല ഈ സിദ്ധികൾ. അല്ലെങ്കിൽ തന്നെ എവിടെ നിന്നാണ് അതിനൊരു പറ്റിയ ഗുരുവിനെ കണ്ടെത്തുക? ഈ 3-ാം ഘട്ടം അതിജീവിക്കുന്നവന് തന്റെ മനോബലം കൊണ്ട് ജലത്തിലൂടെ നടക്കാൻ പോലും ആവും എന്നൊക്കെ. അത് മാത്രമല്ല, അഷ്ടസിദ്ധികൾ കൈവരിക്കാൻ ഒരുങ്ങുന്നവന് തന്റെ സ്വന്തം ശരീരത്തെ നശിപ്പിച്ചുകൊണ്ട് ആത്മാവിനെ മറ്റൊരു ശരീരത്തിലേക്ക് ആവാഹിച്ച ശേഷം ആ ശരീരത്തിൽ വസിക്കാൻ പോലും ആകും എന്നും കേട്ടിട്ടുണ്ട്. ഭാർഗവൻ പറയുന്നത് കേട്ട അനന്തന്റെ മനസ്സ് മറ്റെങ്ങോട്ടോ സഞ്ചരിച്ചു. അന്ന് ആ രാത്രി ശേഷനാഗത്തിന്റെ അനുഗ്രഹം സിദ്ധിച്ച താൻ തനിക്ക് വേണ്ടി ഒരു പുതു ശരീരം നിർമ്മിച്ചതും അവന്റെ ഓർമ്മയിലൂടെ കടന്നുപോയി. ശേഷം മനസ്സിലേക്ക് അവന്റെ കുട്ടിക്കാലമാണ് കടന്നു വന്നത്. അന്ന് തറവാട്ടിൽ രാജീവേട്ടനും താനും ഒരുമിച്ചായിരുന്നു കളരി അഭ്യസിച്ചിരുന്നത്. അന്നൊക്കെ പരിശീലനത്തിനിടെ രാജീവേട്ടൻ തന്നെ പല കുറി ഉപദ്രവിച്ചിട്ടുണ്ട്. ആ ദിവസങ്ങളിൽ രാജീവേട്ടനെ തിരിച്ചടിക്കാൻ വേണ്ടി മാത്രമായിരുന്നു താൻ വാശിയോടെ കളരി അഭ്യസിച്ചത്. അങ്ങനെ ഒരു ദിവസം കാരണങ്ങളൊന്നുമില്ലാതെ മുത്തശ്ശൻ തന്റെ കളരി പരിശീലനം നിർത്തിച്ചു. അതിനുശേഷം തന്റെ ശ്രദ്ധ പൂർണ്ണമായും സ്കൂൾ പഠനത്തിലായി തീർന്നു. ഭാർഗവനിൽ നിന്നും ഭൂമിയിലെ ഇത്തരം വിദ്യകളെ പറ്റി അറിഞ്ഞ ശേഷം അനന്തന് കൗതുകം തോന്നിയത് മറ്റൊരു കാര്യത്തിലാണ്. ഇത്രയും വർഷത്തെ തീവ്ര പരിശീലനത്തിന്റെ ഫലമായി രാജീവേട്ടൻ എത്രമാത്രം വിദ്യകൾ പ്രാപ്തമാക്കിയിട്ടുണ്ടാകും എന്നാണ് അവൻ ചിന്തിച്ചതിൽ കൂടുതൽ. ആഹാരം കഴിഞ്ഞ് അനന്തൻ എഴുന്നേൽക്കുമ്പോഴേക്കും ഒരു പുതിയ മൊബൈൽ ഫോൺ ഒരു സ്റ്റാഫ് കൊണ്ടുവന്ന് ഭാർഗവനെ ഏൽപ്പിച്ചു. സംസാരത്തിനിടെ അനന്തന് മൊബൈൽ ഫോൺ ഇല്ല എന്ന് മനസ്സിലാക്കിയ ഭാർഗവൻ അവന് നൽകാനായി കൊണ്ടുവന്നതാണ് ആ പുതിയ മൊബൈൽ. അനന്തൻ ഒരു മടിയും കൂടാതെ അത് സ്വീകരിച്ചു. ഇറങ്ങുന്നതിന് മുൻപ് ഭാർഗവൻ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ള ഒരു പുരാവസ്തുക്കളുടെ പ്രദർശനം കാണുവാൻ അനന്തനെ ക്ഷണിക്കുകയും ചെയ്തു. വരുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് അവിടെ നിന്നും യാത്ര പറഞ്ഞിറങ്ങിയ അനന്തനെ ഡ്രോപ്പ് ചെയ്യാൻ തന്റെ ഡ്രൈവറിനെ ഏർപ്പാടാക്കുകയും കൂടി ചെയ്ത ശേഷമാണ് ഭാർഗവൻ അനന്തനെ പോകാൻ അനുവദിച്ചത്. വീട്ടിലേക്ക് പോകുന്ന വഴി അനന്തൻ കാറിന്റെ സീറ്റിൽ ചാഞ്ഞു കിടന്നുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ പറ്റി ആലോചിച്ചു. സുരഭിയെ കണ്ടതും ലോക്കറ്റ് തിരികെ എടുക്കാൻ തീരുമാനിച്ചതുമൊക്കെ മനസ്സിലൂടെ ഓരോ രംഗങ്ങളായി അങ്ങനെ കടന്നുപോയി. അമ്മയുടെ ലോക്കറ്റ് തിരികെ എടുക്കാൻ പോയ തനിക്ക് അതിനോടൊപ്പം അച്ഛന്റെ ക്ലിനിക് കൂടി തിരികെ നേടാൻ പറ്റി. അതും തികച്ചും അവിചാരിതമായി. അച്ഛനതറിയുമ്പോ എങ്ങനെയായിരിക്കും പ്രതികരണം? സന്തോഷിക്കുമെന്ന് ഉറപ്പാ. അത് ആലോചിക്കുമ്പോൾ അനന്തന്റെ ഹൃദയം കുളിരുന്നത് പോലെ തോന്നി. അരുന്ധതിയുടെ സ്കൂള് വിടേണ്ട സമയമായിട്ടില്ലേ? അത് ഓർമ്മ വന്നതും അനന്തൻ തന്റെ വാച്ചിലേക്ക് നോക്കി. ചേട്ടാ, വ്യാസഗിരി സ്കൂളിന്റെ മുന്നിലൊന്ന് നിർത്തണേ, അനന്തൻ ഡ്രൈവറോട് പറഞ്ഞു. അനന്തൻ പ്രതീക്ഷിച്ചതുപോലെ കൃത്യസമയത്ത് തന്നെ സ്കൂളിന്റെ മുന്നിലെത്തി. സ്കൂൾ വിടാനായി ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടതും അനന്തൻ കാറിൽ നിന്നും ഇറങ്ങി. കുട്ടികൾ കൂട്ടം കൂട്ടമായി വരുന്നത് അനന്തൻ കണ്ടു. എവിടെ അരുന്ധതി? പെങ്ങൾക്കായി അവന്റെ കണ്ണുകൾ പരതി. അന്വേഷണത്തിനൊടുവിൽ ആ കാഴ്ച കണ്ട് അനന്തന്റെ പുരികം ചുളിഞ്ഞു. അവന്റെ തൊണ്ടയിടറി. അധ്യായം 10. കുട്ടികൾ കൂട്ടമായി വരുന്നത് അനന്തൻ കണ്ടു. എവിടെ അരുന്ധതി? പെങ്ങൾക്കായി അവന്റെ കണ്ണുകൾ പരതി. അന്വേഷണത്തിനൊടുവിൽ ആ കാഴ്ച കണ്ട് അനന്തന്റെ പുരികം ചുളിഞ്ഞു. അവന്റെ തൊണ്ടയിടറി. സ്കൂൾ വിട്ട് കരഞ്ഞു കലങ്ങിയ മുഖത്തോടെ വരുന്ന അരുന്ധതിയെ കണ്ട അനന്തൻ കാര്യം എന്തെന്നറിയാനായി അവൾ സ്കൂൾ ഗേറ്റ് കടന്ന് തന്റെ അരികിൽ എത്തുന്നതിന് വേണ്ടി കാത്തുനിന്നു. ഏയ് അരുന്ധതി, നീ വെറുതെ കരയുന്നെന്തിനാ? അവന്മാര് വെറുതെ കളിയാക്കാൻ വേണ്ടി ചെയ്തതല്ലേ. നീ ഇങ്ങനെ വിഷമിക്കാതെ, ഒരു തമാശയായി കണ്ടാ മതി. അരുന്ധതിയുടെ പിന്നാലെ ഓടി വന്ന ഒരു പയ്യൻ അവളെ ആശ്വസിപ്പിച്ചു. അതെ അരുന്ധതി, സോറി ചേച്ചി, ഞങ്ങൾ തമാശക്ക് ചെയ്തതാ. ചേച്ചി ഞങ്ങളോട് ക്ഷമിക്കണേ. മറ്റൊരു പയ്യൻ അവളെ പരിഹസിക്കുന്ന സ്വരത്തിൽ പറഞ്ഞു. ശ്യാമൊന്ന് നിർത്ത് പ്ലീസ്. ആ ലെറ്റർ ഞാൻ എഴുതിയതല്ലാന്ന് എത്ര തവണ പറഞ്ഞു. എന്നൊന്ന് വെറുതെ വിടോ. എനിക്ക് ആ മഹിയോട് അങ്ങനെയൊന്നും ഇല്ല. ഞാൻ പോട്ടെ. അവൾ കരച്ചിലടക്കി അവനോട് പറഞ്ഞു. അന്നത്തെ ദിവസം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ശ്യാമും കൂട്ടരും അരുന്ധതിയുടെ ബാഗിൽ നിന്നും ഒരു ലെറ്റർ കണ്ടെടുക്കുകയും അതിൽ
ക്ലാസ്സിലെ മഹിയോടുള്ള അവളുടെ പ്രണയം വ്യക്തമാക്കുന്ന വാചകങ്ങൾ ഉറക്കെ വായിക്കുകയും ചെയ്തു. പക്ഷേ സത്യത്തിൽ ആ കത്ത് അരുന്ധതി എഴുതിയതായിരുന്നില്ല. അവൾ അറിയാതെ അവന്മാർ സ്വയം എഴുതി അരുന്ധതിയുടെ ബാഗിൽ വെച്ചതാണ്. അതിലെ വാചകങ്ങളാണെങ്കിലോ വെറും അശ്ലീല ചുവയുള്ളത്. മഹിയോടുള്ള അടങ്ങാത്ത പ്രണയം കാരണം അവന്റെ ശരീരത്തിലെ വിയർപ്പിന്റെ ഗന്ധം പോലും ആസ്വദിക്കാൻ അവൾക്ക് ആഗ്രഹമുണ്ട് എന്നൊക്കെ അതിൽ എഴുതി വച്ചിരുന്നു. അത് ക്ലാസ്സിൽ എല്ലാവരും കേൾക്കെ വായിച്ച ശ്യാമും കൂട്ടുകാരും അവളെ വളരെ മോശമായി കളിയാക്കുകയും നാണം കെടുത്തുകയും ചെയ്തു. അതിനാണ് അരുന്ധതി കരഞ്ഞുകൊണ്ട് ഇറങ്ങി വന്നത്. വളരെ സൈലന്റായ പ്രകൃതമായിരുന്നു അരുന്ധതിയുടേത്. നന്നായി പഠിക്കുന്ന വളരെ കുറച്ച് പെൺകുട്ടികളോട് മാത്രം കൂട്ടുകൂടുന്ന അവളെക്കുറിച്ച് ഇങ്ങനെയൊരു ഗോസിപ്പ് കേട്ടത് മറ്റു ക്ലാസ്സുകളിൽ പോലും ചർച്ചയാകാൻ അധികം നേരം വേണ്ടി വന്നില്ല. ആരോടും സംസാരിക്കാതെ ബെല്ലടിച്ചതും വീട്ടിലേക്ക് പോകാനായി ഇറങ്ങിയ അവളെ ശ്യാം ഇപ്പോഴും പിന്നാലെ നടന്ന് കരയിക്കുകയാണ്. ഞാൻ ഒരല്പം മോശം വരികളാണ് ആ കത്തിൽ എഴുതി വെച്ചത്, ഞാൻ സമ്മതിക്കുന്നു. നിങ്ങൾ എന്നോട് ക്ഷമിക്ക്. നാളെ ഞാൻ നല്ലൊരു കത്ത് വേറെ എഴുതി തരാം. അതുപോലെ ശ്യാം ചോദിച്ചു. അരുന്ധതി വീണ്ടും കരയുന്നത് കണ്ട അവളുടെ കൂട്ടുകാരി വർഷ ശ്യാമിനെ നോക്കി കണ്ണിറുക്കി ചിരിച്ചുകൊണ്ട് അരുന്ധതിയോട് പറഞ്ഞു, നീ ഇങ്ങനെ കരയാതെ. ശ്യാം നമ്മുടെ ക്ലാസ്സിലെ പയ്യനല്ലേ, അവന് നമ്മളോടല്ലേ ഇങ്ങനെയുള്ള കുറുമ്പൊക്കെ കാണിക്കാൻ പറ്റൂ. നീ അത് ചിരിച്ചു കളയല്ലേ വേണ്ടേ, അല്ലാതെ ഇങ്ങനെ കരയൊന്നുമല്ല. പിന്നെ ഞാൻ നിന്റെ കൂട്ടുകാരി ആയതുകൊണ്ട് ഒരു കാര്യം പറയാം. മഹിയെ പ്രണയിക്കുന്നത് അത്ര മോശമൊന്നല്ല കേട്ടോ. ഒന്നുമില്ലെങ്കിലും വലിയ പണക്കാരനല്ലേ. ശ്യാം അഥവാ നാളെ ഇനി ലവ് ലെറ്റർ എഴുതി തരികയാണെങ്കിൽ തന്നെ അത് നീ ഒട്ടും മടിക്കാതെ മഹിക്ക് കൊണ്ട് കൊടുക്കണം. നീ കാരണം നിന്റെ കുടുംബം ഒന്ന് രക്ഷപ്പെട്ടാലോ. പട്ടിണിയും പരിവട്ടായിട്ട് കഴിയല്ലേ. അപ്പൊ ഇങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്ക്. അത് മാത്രമല്ല, നമ്മള് പെൺകുട്ടികളുടെ സൗന്ദര്യമൊന്നേ അധികകാലം ഉണ്ടാവില്ല. അത് നഷ്ടപ്പെടുന്നതിന് മുൻപ് ഏതെങ്കിലും പുളിങ്കൊമ്പിലെ കേറി പിടിച്ച് വളയ്ക്കാൻ നോക്ക്. വർഷ അവളെ അപമാനിക്കുന്നത് സഹിക്കാൻ വയ്യാതെ അവൾ പൊട്ടിത്തെറിച്ചു. നീയൊക്കെ ഒരു ഫ്രണ്ടാണോ? നിന്നെയൊക്കെ അങ്ങനെ വിളിച്ചാൽ പോലും എന്റെ നാവിന് വല്ല ദോഷവും പറ്റും. നിന്നെ പറ്റിയാണ് ഇവന്മാർ ഇങ്ങനെ കള്ളക്കഥ പറഞ്ഞ് പരത്തി നാണം കെടുത്തിയതെങ്കിലോ? നീ ഇങ്ങനെ തന്നെ ആയിരിക്കും പറയാ. ഇങ്ങനെയാണോ ഒരു കൂട്ടുകാരി പെരുമാറേണ്ടത്? ഒന്ന് പോവെണ്ണ, നീ ഒരു മണ്ടിയാ. മഹി എന്നെ എങ്ങാനും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും, വർഷ പറഞ്ഞു. ഒരു ലജ്ജയുമില്ലാത്ത അവളുടെ ആ സംസാരം കേട്ട അരുന്ധതി പിന്നെ തർക്കിക്കാൻ മിനക്കെട്ടില്ല. അവൾ അവരെ മറികടന്ന് മുന്നോട്ട് നടന്നു. പക്ഷേ ശ്യാം അവളുടെ വഴി തടഞ്ഞു. പെങ്ങൾക്ക് എന്താ ഇത്ര ധൃതി? നാളെ രാത്രി എന്നോടൊപ്പം വരുന്നു. മഹി കാത്തിരിക്കും ഈ സുന്ദരിക്ക് വേണ്ടി, വരില്ലേ? അവൻ വഷളൻ സ്വരത്തിൽ അവളോട് ചോദിച്ചു. വഴിന്ന് മാറ്, ഞാൻ എങ്ങും വരുന്നില്ല, എന്നെ വിട്, അവൾ അപേക്ഷിച്ചു. മഹിക്ക് പണ്ടേ അരുന്ധതിയിൽ ഒരു മോഹം തോന്നിയിട്ടുണ്ട്. അവളുടെ ക്ലാസ്സിലെ ശ്യാം ഉൾപ്പെടെയുള്ള പിള്ളേരോട് അവൻ ആ കാര്യം അവതരിപ്പിച്ചിട്ടുമുണ്ട്. അവളെ തന്റെ അരികിൽ എത്തിച്ചാൽ അതിന് വേണ്ട വിധത്തിൽ അവന്മാർക്ക് ട്രീറ്റ് നൽകാമെന്ന് മഹി വാക്ക് നൽകിയിട്ടുമുണ്ട്. അതിനാലാണ് ശ്യാം ഇങ്ങനെയൊക്കെ അവളോട് സംസാരിക്കുന്നത്. എന്റെ കയ്യിന്ന് വിട്, ഞാൻ പോട്ടെ, അരുന്ധതി നിസ്സഹായയായി പറഞ്ഞു. വിടടാ അവളെ. ഒരലർച്ച കേട്ട് ഞെട്ടിയ ശ്യാം അറിയാതെ തന്നെ അരുന്ധതിയുടെ കയ്യിൽ നിന്നും പിടിവിട്ടു. തിരിഞ്ഞു നോക്കിയ അവൻ അനന്തനെ കണ്ടു ഞെട്ടി. ഏട്ടാ. അരുന്ധതി അനന്തനെ കണ്ടതും അവന്റെ അരികിലേക്ക് ഓടി. അനന്തനെ സംബന്ധിച്ച് അവൻ എന്തും സഹിക്കുന്നവനാണ്. തന്റെ അച്ഛന്റെയോ പെങ്ങളുടെയോ കണ്ണുനീർ ഒഴുകി. അവൻ അടങ്ങാത്ത ദേഷ്യത്തോടെ ശ്യാമിനെ നോക്കി. അവൻ ചെറുതായി പരുങ്ങി നിൽപ്പാണ്. അനന്തന്റെ ശരീരം വിറകൊണ്ടു. അവൻ ശ്യാമിന്റെ കണ്ണിലേക്ക് തന്നെ നോക്കി. അനന്തന്റെ തീക്ഷ്ണമായ നോട്ടത്തിൽ തന്റെ കൃഷ്ണമണികൾ പോലും ചലിപ്പിക്കാനാവാതെ ശ്യാം നിശ്ചലനായി നിന്നു. മെല്ലെ അവൻ അറിഞ്ഞു തന്റെ ശരീരത്തിലെ ചൂട് വർദ്ധിക്കുന്നത്. തനിക്ക് താങ്ങാനാവാത്ത താപം ദേഹത്താകമാനം പടരുന്നതറിഞ്ഞ ശ്യാം ഭയന്നു. തൊണ്ടയിൽ മൂർച്ചയേറിയ വാൾ കുത്തിയിറക്കിയതുപോലെ തോന്നിയതും ശ്യാം അസ്വസ്ഥതയോടെ ചുമയ്ക്കാൻ തുടങ്ങി. ചുമയ്ക്കുമ്പോൾ തൊണ്ടയിൽ നിന്നും രക്തം വരുന്നുവെന്നാണ് അവൻ കരുതിയത്. പക്ഷെ അത് വെറും തോന്നലായിരുന്നു. ഒടുവിൽ എങ്ങനെയോ അവൻ അനന്തന്റെ കണ്ണുകളിൽ നിന്നും നോട്ടം മാറ്റി. അപ്പോഴാണ് അവന്റെ ശരീരം മെല്ലെ പൂർവ്വസ്ഥിതിയിലേക്ക് മാറിയത്. അനന്തേട്ട, ഞാൻ അരുന്ധതിയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാ, അവളുടെ ഫ്രണ്ടാ. വെറുതെ തമാശക്ക് അവളെ ഒന്ന് വട്ടാക്കാൻ വേണ്ടി ഞാൻ ചുമ്മാ. ശ്യാം അത് പറഞ്ഞു തീരുന്നതിന് മുൻപേ തന്നെ അനന്തൻ തന്റെ കൈ വീശി ശ്യാമിന്റെ മുഖമടച്ചൊന്ന് കൊടുത്തിരുന്നു. ശ്യാം നിലത്തേക്ക് വീണുപോയി. ഒരു നിമിഷം അന്താളിച്ചു പോയ അവന്റെ കൂട്ടുകാർ
വേഗം വന്ന് അവനെ എഴുന്നേൽപ്പിച്ചു. ശ്യാമേ, എഴുന്നേൽക്ക്, നീ ഓക്കെ അല്ലേ? അടിയുടെ ശബ്ദം കേട്ട് വിരണ്ട അവന്റെ കൂട്ടുകാരന്മാർ ശ്യാമിനെ നിലത്ത് നിന്നും എഴുന്നേൽപ്പിച്ചു നോക്കുമ്പോൾ അവന്റെ കവിൾ നിമിഷ നേരം കൊണ്ട് നീര് വന്ന് വീർത്തിരിക്കുന്നതാണ് കാണാനായത്. അനന്തന്റെ കൈയുടെ പാട് അതേപടി നീലിച്ചു കിടക്കുന്നുമുണ്ട്. ശ്യാം തന്റെ കവിൾ പൊത്തിപ്പിടിച്ച് ഭയത്തോടെ അനന്തനോട് ചോദിച്ചു, എന്താ ഈ ചെയ്തേ? ഏയ്, ഞാൻ വെറുതെ തമാശക്ക് എന്റെ പെങ്ങളുടെ കൂട്ടുകാരനെ വെറുതെ വട്ടാക്കാൻ വേണ്ടി ചെയ്തതാ. ഇതൊക്കെ വെറും നിസ്സാര കാര്യമായി എടുത്താൽ പോരടാ. അനന്തൻ നേരത്തെ ശ്യാം പറഞ്ഞ അതേ സ്വരത്തിൽ തിരിച്ചും പറഞ്ഞു. പക്ഷേ അനന്തന്റെ സ്വരം ശാന്തമായിരുന്നെങ്കിലും അതിലെ ദേഷ്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇനി എപ്പോഴെങ്കിലും എന്റെ അനിയത്തിയോട് ഇങ്ങനെ തമാശ കാണിക്കാൻ ആരെങ്കിലും തുനിഞ്ഞ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്കുന്നത്. എന്റെ തിരിച്ചുള്ള തമാശ നീയൊന്നും താങ്ങില്ല. ഇവളെ അനന്തന്റെ കുഞ്ഞനുജത്തിയ. ആ ഓർമ്മ വേണം എല്ലാവർക്കും, കേട്ടല്ലോ? അനന്തന്റെ ശബ്ദത്തിലെ ശൗര്യം കണ്ട ശ്യാമും അവന്റെ കൂട്ടുകാരും ഒരുപോലെ വിരണ്ടു. അനന്തൻ പിന്നെ അവിടെ നിന്ന് സമയം പാഴാക്കാതെ അരുന്ധതിയുടെ കൈയും പിടിച്ച് റോഡ് ക്രോസ് ചെയ്തു. കാറിനരികിലെത്തിയതും ഇതെല്ലാം കണ്ടു നിന്ന ഡ്രൈവർക്ക് അനന്തന്റെ ശക്തി എത്രത്തോളമാണെന്ന് ശ്യാമിന്റെ അവസ്ഥയിൽ നിന്നും മനസ്സിലായി. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഭാർഗവൻ സാറിന് അറിയിച്ചാ മതി, ഡ്രൈവർ ഭവ്യതയോടെ പറഞ്ഞു. ഹേയ്, ഇതൊക്കെ ചെറിയ പിള്ളേരുകളിയല്ലേ, അനന്തൻ ഒരു കണ്ണ് ചിമ്മിക്കൊണ്ട് പറഞ്ഞു. ഒപ്പം അരുന്ധതിയെ നോക്കി വാത്സല്യപൂർവ്വം പുഞ്ചിരിച്ച് അവളെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു. ഡ്രൈവർ പുഞ്ചിരിയോടെ അനന്തനും അരുന്ധതിക്കും കയറാനായി കാറിന്റെ ഡോർ തുറന്നു കൊടുത്തു. അവർ കയറി ഡോർ അടച്ച് ശ്യാമിനെയും കൂട്ടരെയും ഒന്ന് ഒഴിഞ്ഞു നോക്കിയ ശേഷമാണ് അയാൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തത്. അരുന്ധതിയുടെ ക്ലാസ്സിലുള്ളവർക്ക് അത് വലിയൊരു ഷോക്ക് തന്നെയായിരുന്നു. ഇത്രയും വിലയേറിയ കാർ, അരുന്ധതിയുടെ ഏട്ടൻ അതിലാണോ വന്നത്? അവർ കണ്ണു തള്ളിയാണ് നിന്നത്. എടാ, എന്നൊന്നും നുള്ളിക്കേ, നമ്മുടെ അരുന്ധതി തന്നെയല്ലടാ ആ കാറിൽ കയറി പോയത്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവളുടെ കുടുംബം വളരെ ദാരിദ്ര്യം പിടിച്ചതാണെന്നാണല്ലോ എന്റെ അറിവ്, വർഷ പറഞ്ഞു. നിന്നെ അവള് പറ്റിച്ചതാ മോളെ. നീ ആ കാറിന്റെ നമ്പർ പ്ലേറ്റ് കണ്ടില്ലേ? ഫാൻസി നമ്പർ ആയിരുന്നു. അതിന് തന്നെ എണ്ണിക്കൊടുക്കണം ലക്ഷങ്ങള്. ദാരിദ്ര്യമുള്ള കുടുംബത്തിലെ പെണ്ണാണോ ആ കാറിൽ കയറിപ്പോയത്? വർഷയെ ഒരുത്തൻ പരിഹസിച്ചു. എനിക്ക് ചെറിയ ക്ലാസ് മുതൽക്കേ അവളെ അറിയാം. അവളുടെ കുടുംബത്തെക്കുറിച്ച് അവള് കഷ്ടപ്പാടല്ലാതെ മറ്റൊന്നും പറഞ്ഞിട്ടില്ല. ഒരു നല്ല വിലയേറിയ ഉടുപ്പ് ധരിച്ചു പോലും ഇക്കാലത്തിനിടയ്ക്ക് ഞാൻ അവളെ കണ്ടിട്ടില്ല. അപ്പൊ അവള് എന്നെ മണ്ടിയാക്കുമായിരുന്നു ഇത്രയും നാളും. വർഷ ഒന്നും മനസ്സിലാകാതെ നിന്ന് പുളഞ്ഞു. ഈ സമയം അരുന്ധതിയും വല്ലാത്ത നടുക്കത്തിൽ തന്നെയാണ്. അവൾ താനിരിക്കുന്ന കാറിനുള്ളിൽ ആകെ കണ്ണോടിച്ചു. ഇത്രയും വിലയേറിയ കാർ അവൾ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. റോഡിൽ പോലും അപൂർവമാണിവ. ആ കാറിനുള്ളിൽ താനും ഏട്ടനും. അവൾ വിശ്വാസം വരാതെ അനന്തന്റെ മുഖത്തേക്ക് നോക്കി. അനിയത്തിയുടെ പകപ്പോടെയുള്ള നോട്ടം കണ്ട അനന്തൻ അവളെ നെഞ്ചിലേക്ക് ചായച്ചു. എന്തെങ്ങനെ കണ്ണുമിഴിച്ച് നോക്കുന്നത്? ഇനി ക്ലാസ്സിൽ ആരെങ്കിലും ശല്യം ചെയ്താ എന്നോട് വന്ന് പറഞ്ഞാൽ മതി, കേട്ടോ? അവൻ വാത്സല്യത്തോടെ പറഞ്ഞു. അരുന്ധതിക്ക് ഇതും അതിശയം തന്നെയാണ്. അവൾ ആദ്യമായിട്ടാണ് തന്റെ ഏട്ടൻ ഒരാളെ തല്ലുന്നത് കാണുന്നത്. അതും ഒറ്റ ഇടയിൽ തന്നെ നീര് വന്ന് നീലിക്കാൻ പാകത്തിന്. അവൾ ഇന്ന് വരെ കണ്ടിട്ടുള്ള അവളുടെ ഏട്ടൻ പഞ്ചപാവമായിരുന്നു, ആരെയും ഉപദ്രവിക്കാത്തവൻ. അവൾ ഇന്ന് കണ്ട കാഴ്ച ഒരു സ്വപ്നം പോലെ തോന്നി. അവളുടെ ചിന്ത വീണ്ടും കാറിനെ കുറിച്ചായി. എന്താ നീ ആലോചിക്കുന്നത്? അനന്തൻ ചോദിച്ചു. ഇത് ആരുടെ കാറാ? നമ്മൾ എന്താ ഈ കാറില്? അവൾ ചോദിച്ചു. അനന്തന് പെങ്ങളോട് കള്ളം പറയാൻ മനസ്സ് വന്നില്ല. എന്നാൽ എല്ലാ കാര്യങ്ങളും അവളെ അറിയിക്കാനും പറ്റില്ലല്ലോ. അവൻ ഇങ്ങനെ പറഞ്ഞു. ഞാൻ നീ തന്ന റെസിപ്റ്റും കൊണ്ട് ആ ലോക്കറ്റ് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടോ അതോ അവര് വിറ്റോ എന്നറിയാൻ വേണ്ടി വെറുതെ അളകാപ്പൊരു ജ്വല്ലറി വരെ ഒന്ന് പോയതാ. അവിടെ ചെന്നപ്പോ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അവിടെ വിൽക്കാൻ വെച്ചിരുന്ന ചില പെയിന്റിങ്സ് ഒക്കെ ഫേക്ക് ആയിരുന്നു. ഞാൻ അതിലെ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും നോക്കി തരം തിരിച്ചു കൊടുത്തു. ജ്വല്ലറിയുടെ മുതലാളിയെ ആരും ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്ത് ചതിക്കാൻ ശ്രമിച്ചതാണ്. ഞാൻ അത് കണ്ടുപിടിച്ചത് കൊണ്ട് ഭാർഗവൻ മുതലാളിക്ക് ഒരു വലിയ നഷ്ടം സംഭവിക്കാതെ രക്ഷപ്പെട്ടു. അതിന് പാരിതോഷികമായിട്ട് അമ്മയുടെ ലോക്കറ്റും അതുപോലെ അച്ഛന്റെ ക്ലിനിക്കും അവരെനിക്ക് തിരികെ തന്നു. അനന്തൻ പറഞ്ഞു തീർന്നതും അരുന്ധതി ഞെട്ടലോടെ ചോദിച്ചു. അച്ഛന്റെ ക്ലിനിക്കോ? അപ്പോ അത് തിരികെ കിട്ടിയോ?
അവൾക്ക് സംശയവും അത്ഭുതവും ഒരുപോലെയുണ്ടെന്ന് അനന്തൻ മനസ്സിലാക്കി. കിട്ടിയടി പെണ്ണെ, അവരൊക്കെ വലിയ പണക്കാരല്ലേ, സന്തോഷം വന്നാ ഇങ്ങനെ വാരിക്കോരിത്തരും. അവർക്ക് ഇതൊക്കെ നിസ്സാരമായിരിക്കും. എന്തായാലും നിനക്ക് സന്തോഷമായില്ലേ? അച്ഛനും സന്തോഷവും, എനിക്കത് മതി, അനന്തൻ പറഞ്ഞു. അനന്തന്റെ കയ്യിൽ നിന്നും ആ ലോക്കറ്റ് വാങ്ങി തിരിച്ചും മറിച്ചും നോക്കുന്നതിനിടെ അരുന്ധതിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇന്ന് രാവിലെ ഇത് നഷ്ടപ്പെടുമെന്നോർത്ത് കരഞ്ഞ തന്റെ കയ്യിൽ ഇതാ ആ ലോക്കറ്റ്. തന്റെ ഏട്ടൻ ഇത്രയും ചെയ്യുമെന്ന് അവൾ തീരെ കരുതിയില്ല. അവൾ അനന്തനോട് നന്ദി പറഞ്ഞു. മണ്ടൂസ്, താങ്ക്സ് പറയുന്നു, അതും എന്നോട്. അങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ച് നിന്നോട് എത്ര താങ്ക്സ് പറഞ്ഞാൽ തീരും നമ്മൾക്കിടയിലുള്ള ഈ കടപ്പാട്. നീ എത്ര നന്നായിട്ട് എന്നെ നോക്കിയ. കഴിഞ്ഞ 2 വർഷവും നിന്റെ കഷ്ടപ്പാടിന്റെ ഫലം കൊണ്ട് കൂടിയല്ലേ ഞാൻ ഇന്ന് ഈ ആരോഗ്യത്തോടെ ഇരിക്കുന്നത്. എന്നിട്ട് അവൾ എന്നോട് നന്ദി പറയുന്നു. അനന്തൻ അവളുടെ തലയിൽ ചെറുതായി ഒന്ന് തട്ടി. തമാശ പോലെയാണ് അവനത് പറഞ്ഞതെങ്കിലും അവന്റെ കണ്ണും നിറയുന്നുണ്ടായിരുന്നു. അരുന്ധതി അനന്തന്റെ വാക്കുകൾ കേട്ട് കടന്നുപോയ ദിവസങ്ങളെ കുറിച്ച് ഓർത്തു. ഈ വരുന്ന പിറന്നാളിന് 17 വയസ്സ് തികയും തനിക്ക്. പക്ഷേ തന്റെ പ്രായത്തിലെ കുട്ടികളുടെ കളിയും ചിരിയും ചിന്തകളുമായിരുന്നില്ല തനിക്ക് കഴിഞ്ഞ 2 വർഷങ്ങളിലും. അച്ഛന്റെ ഒപ്പം ഏട്ടന്റെ താങ്ങായി കൂടെ നിൽക്കുമ്പോൾ പഠനത്തിൽ പിന്നോട്ട് പോകാതിരിക്കാൻ ഏറെ കഷ്ടപ്പെട്ടു. ഒരുപാട് സങ്കടങ്ങളിൽ പലപ്പോഴും പഠിക്കാനുള്ള മാനസികാവസ്ഥ പോലും കിട്ടിയിരുന്നില്ല. അച്ഛൻ സമാധാനമായി ഉറങ്ങുന്നതും ഏട്ടൻ പൂർണ്ണ ആരോഗ്യവാനായി തിരികെ ജീവിതത്തിലേക്ക് വരുന്നതും മാത്രമായിരുന്നു തന്റെ ആഗ്രഹങ്ങൾ. അവൾ ആ ലോക്കറ്റിലേക്ക് ഒന്നുകൂടി നോക്കി. ഏട്ടൻ പറഞ്ഞതുപോലെ അച്ഛൻ ഒത്തിരി സന്തോഷമാവും ക്ലിനിക്കിന്റെ കാര്യം അറിയുമ്പോൾ. അവൾ വീടെത്തി അച്ഛനോട് വിവരം പറയാനുള്ള ആകാംക്ഷയോടെ കാറിലിരുന്നു. അരുന്ധതിയുടെ സഹപാഠികൾ അവളോട് എങ്ങനെയാകും നാളെ പെരുമാറുക? അനന്തന്റെ അച്ഛൻ ക്ലിനിക് തിരികെ ലഭിച്ചതിനെ പറ്റി എന്തായിരിക്കും ചോദിക്കുന്നത്? അധ്യായം 11. സ്കൂളിൽ നിന്നും അരുന്ധതിയെയും കൂട്ടി വീട്ടിലെത്തുമ്പോൾ അനന്തൻ വളരെയധികം സന്തോഷവാനായിരുന്നു. താൻ മാത്രമല്ല, അരുന്ധതിയും അത്രയേറെ സന്തോഷത്തിലാണ് എന്ന് അനന്തൻ മനസ്സിലാക്കി. സ്കൂൾ വിട്ടു വന്ന അരുന്ധതി യൂണിഫോം മാറി നേരെ വന്നത് അടുക്കളയിലേക്കാണ്. അനന്തനും അവൾക്കൊപ്പം ജോലി ചെയ്യാൻ കൂടി. രാത്രിയിലേക്കുള്ളത് തയ്യാറാക്കുമ്പോൾ അരുന്ധതിയുടെ ചുണ്ടിൽ ഒരു മൂളിപ്പാട്ടുണ്ടായിരുന്നു. മനസ്സത്രയ്ക്കും ശാന്തമായ അവസരങ്ങളിൽ മാത്രമേ അവൾ അങ്ങനെ സ്വയം മറന്ന് പാടാറുള്ളൂ എന്ന് അനന്തൻ ഓർത്തു. അച്ഛൻ ഇന്നും നൈറ്റ് ജോലിയുണ്ട്, രാവിലെയേ വരൂ. ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് അച്ഛനെയും ഇതേ സന്തോഷത്തോടെ കാണാമായിരുന്നു. അനു, എന്തോ ആലോചിച്ചുകൊണ്ട് അനന്തൻ അരുന്ധതിയെ വിളിച്ചു. എന്താ ഏട്ടാ? അച്ഛന്റെ ക്ലിനിക്ക് അടച്ചുപൂട്ടിയത് മുതൽക്കല്ലേ നീ ആ ക്ലബിൽ പാർട്ട് ടൈം ജോലിക്ക് പോകാൻ തുടങ്ങി. അത് തിരികെ കിട്ടിയ സ്ഥിതിക്ക് ഇനി മോൾക്ക് ആ ജോലി വേണ്ട, അനന്തൻ പറഞ്ഞു. അരുന്ധതി ജോലി ഉപേക്ഷിക്കാൻ സമ്മതിച്ചുകൊണ്ട് ഫോൺ എടുത്ത് ക്ലബ് മാനേജറെ വിളിച്ചു. പെട്ടെന്ന് ജോലി വിടുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അയാൾക്കത് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അരുന്ധതി ഗത്യന്തരമില്ലാതെ ഫോൺ കട്ടാക്കി അനന്തന്റെ അരികിലേക്ക് വന്നു. ഏട്ടാ, ഞാൻ കഴിവതും പറഞ്ഞു നോക്കി. മുന്നറിയിപ്പില്ലാതെ ജോലി ഉപേക്ഷിക്കുമ്പോ അവർക്ക് പകരം വേറെ ആളെ എടുക്കാൻ പറ്റില്ലെന്നാ പറയുന്നത്. ഇന്നൊരു ദിവസം കൂടി വരാൻ പറഞ്ഞു. നാളെ മുതൽ അവർ വേറെ ആരെങ്കിലും നോക്കിക്കൊള്ളാന്ന്. അരുന്ധതി പറഞ്ഞത് കേട്ട് അനന്തന് ദേഷ്യം വന്നില്ല എങ്കിലും അവൻ അതത്ര പിടിച്ചില്ല എന്ന് അവൾക്ക് മുഖം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഏട്ടൻ പറയുന്നത് പോലെ ആ ജോലി ഉപേക്ഷിച്ച് പഠിത്തത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തോളാം ഞാൻ. പക്ഷെ ഇന്നൊരു ദിവസത്തേക്ക് ഞാൻ പോയിക്കോട്ടെ ഏട്ടാ. ഇന്നലെ വരെ നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നത് ആ ജോലി ഉള്ളത് കൊണ്ട് കൂടിയല്ലേ. അപ്പോ ഇങ്ങനെ ഇട്ടെറിഞ്ഞു പോയാ അത് അവരോട് നന്ദികേട് കാണിച്ചതുപോലെ ആയാലോ. അതുകൊണ്ട് ഇന്നൊരു ദിവസം കൂടി. അവൾ കെഞ്ചി പറയുമ്പോൾ അനന്തൻ അതിനെ എതിർക്കാൻ തോന്നിയില്ല. ശരി, ഇന്നുകൂടെ നീ പോയിക്കോ. പക്ഷെ ഇന്ന് നിന്റെ ഒപ്പം ഞാനും വരും. അനന്തൻ അത് പറയുമ്പോൾ അരുന്ധതിക്ക് അവന്റെ മനസ്സിലെ ആദ്യം മനസ്സിലായി. എന്റെ ഏട്ടാ, ഇങ്ങനെ ടെൻഷൻ ആവേണ്ട കാര്യം എന്താ? ഞാൻ ഇത്രയും നാള് തനിച്ചു പോയിക്കൊണ്ടിരുന്ന സ്ഥലമല്ലേ. പിന്നെ ഇന്ന് അവസാന ദിവസത്തേക്ക് കൂട്ടു വന്നിട്ട് എന്താ കാര്യം? അതൊന്നും സാരമില്ല, ഞാൻ തനിച്ചു തന്നെ പോയിക്കോളാം. എന്നെ ഇങ്ങനെ തീരെ കഴിവില്ലാത്തവളായിട്ട് കാണല്ലേ, അരുന്ധതി പറഞ്ഞു. എനിക്ക് നിന്റെ കാര്യത്തിൽ എപ്പോഴും ടെൻഷൻ ഉണ്ടാവും.
ഞാൻ ഏതായാലും വരുന്നുണ്ടേനു. എന്നെ തടയാൻ നോക്കണ്ട. ഇന്നലെ വരെ നിനക്ക് കൂട്ടു വരാതിരുന്നത് എനിക്കതിന് കഴിയാത്തത് കൊണ്ടാ. അതുകൊണ്ട് ഇന്നും വരാൻ പാടില്ലെന്നുണ്ടോ? അനന്തൻ അത്രയും പറഞ്ഞതിന് ശേഷം അരുന്ധതി പിന്നെ മറുത്തൊന്നും പറഞ്ഞില്ല. അവൻ അങ്ങനെ നിർബന്ധം പിടിക്കാൻ ഒരു കാരണം കൂടിയുണ്ട്. അരുന്ധതി നേരത്തെ മാനേജറെ വിളിച്ച് സംസാരിച്ചപ്പോൾ അവളോട് നല്ല മോശം രീതിയിലാണ് അയാൾ പ്രതികരിച്ചത്. അതുകൊണ്ടാണ് അവൾ ഗത്യന്തരമില്ലാതെ ഇന്നുകൂടി ജോലിക്ക് പോകാമെന്ന് തീരുമാനിച്ചത്. ഇങ്ങനെയുള്ളവന്മാരുടെ കീഴിലാണല്ലോ കഴിഞ്ഞ 2 വർഷവും തന്റെ അനിയത്തി പണിയെടുത്തതെന്ന് ഓർക്കുമ്പോൾ അനന്തന്റെ ഉള്ളു നീറി. അരുന്ധതി വേഗം ജോലിക്ക് പോകാൻ തയ്യാറായി ഒരുങ്ങി വന്നു. മുറി തുറന്നിറങ്ങി വരുന്നവളെ കണ്ട അനന്തൻ അസ്വസ്ഥതയോടെ അവളെ നോക്കി. അനന്തൻ അറിയാവുന്ന കാര്യമാണ്, ഇത്തരം ക്ലബ്ബുകളിലും ബാറുകളിലുമൊക്കെ ജോലിക്ക് നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ശരീരം എടുത്തു കാണിക്കുന്ന തരം വസ്ത്രങ്ങളാകും ധരിക്കേണ്ടി വരിക. കണക്കെടുത്ത് ജോലിക്ക് പോലും അത്തരം ഡ്രസ്സുകളാവും അവിടെയൊക്കെ യൂണിഫോം. അവിടെ കുടിച്ചു കൂത്താടാൻ വരുന്നവന്മാരുടെ തൃപ്തിക്കനുസരിച്ച് വേണമല്ലോ വസ്ത്രം ധരിക്കാൻ. പക്ഷേ തന്റെ പെങ്ങളെ അങ്ങനെയൊരു വേഷത്തിൽ കാണേണ്ടി വന്നപ്പോൾ അവനത് തീരെ ഉൾക്കൊള്ളാനായില്ല. ഒരു ഇറുകിയ കറുത്ത ടോപ്പും മുട്ടറ്റം ഇറക്കമുള്ള ഒരു വെള്ള പാവാടയുമായിരുന്നു അവൾ ധരിച്ചിരുന്നത്. ഏട്ടൻ തന്നെ വല്ലായ്മയോടെ അടിമുടി നോക്കുന്നത് കണ്ട അരുന്ധതിക്ക് അവന്റെ മുഖത്തേക്ക് നോക്കാനുള്ള മനക്കട്ടി ഉണ്ടായിരുന്നില്ല. കാര്യങ്ങളൊക്കെ ഇരുവർക്കും നല്ല ബോധ്യമുള്ളത് കൊണ്ട് രണ്ടുപേരും അതേപ്പറ്റി ഒന്നും സംസാരിച്ചില്ല. വൈകിയില്ലേ, വാ പോവാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. അവൾ അവനൊപ്പം ഒരു അനുസരണയുള്ള കുട്ടിയെ പോലെ നടന്നു. ടാക്സിയിൽ അവൾ ജോലി ചെയ്യുന്ന ക്ലബിന്റെ അരികിലെത്തിയതും അവന് മനസ്സിലായി, ഈ സ്ഥലത്തെ ഏറ്റവും തിരക്കേറിയ ക്ലബിലാണ് അവൾ ജോലി ചെയ്യുന്നത് എന്ന്. അരുന്ധതി! അവർ പുറത്തേക്ക് ഇറങ്ങിയതും അവിടേക്ക് ഓടി വന്ന പെൺകുട്ടിയെ കണ്ട് അനന്തന്റെ കോപം വർദ്ധിച്ചു. കാരണം അത് ഇന്ന് സ്കൂളിൽ അവൾക്കൊപ്പം ഉണ്ടായിരുന്ന വർഷയായിരുന്നു. ഇവളും അനുവിനോടൊപ്പം ഇവിടെ ജോലി ചെയ്യുന്നുണ്ടാവും. അനന്തൻ വർഷയുടെ വേഷത്തിൽ നിന്ന് മനസ്സിലാക്കി. സ്കൂളിലെ സംഭവത്തിന് ശേഷം അനന്തന് വർഷയോട് നല്ല കലിയുണ്ടായിരുന്നു. അതിനാൽ അവൻ അവളെ രൂക്ഷമായി ഒന്ന് നോക്കി. വർഷയ്ക്കും അനന്തന്റെ മുഖത്തേക്ക് നോക്കാൻ ചമ്മലും ഭയവും ഉണ്ടായിരുന്നു. താൻ അരുന്ധതിയെ കുത്തി നോവിച്ചതും പരിഹസിച്ചതും എല്ലാം അനന്തൻ കേട്ടിട്ടുണ്ടാകുമെന്ന് അവൾക്കറിയാം. അവൾ ചമ്മലോടെ അവനെ നോക്കി ഒന്ന് ചിരിച്ചു എന്ന് വരുത്തി. അനന്തേട്ട, എനിക്ക് അരുന്ധതിയോടൊന്ന് തനിച്ച് സംസാരിക്കണം, വർഷ പറഞ്ഞു. അനന്തേട്ട എന്ന വിളി പോലും അവൻ അത്രയ്ക്ക് രസിച്ചില്ല. നിനക്ക് എന്താ എന്നോട് സംസാരിക്കാനുള്ള? എനിക്ക് നിന്നോട് സംസാരിക്കേണ്ട കാര്യമില്ല, അരുന്ധതി പറഞ്ഞു. പ്ലീസ് ടീ, പിണങ്ങല്ലേ. ഞാൻ അവരോടൊപ്പം വെറുതെ നിന്നെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. എനിക്കറിയാം തെറ്റായിപ്പോയി. നിനക്ക് ഇത്രയ്ക്ക് വിഷമാവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ലടി. ഞാൻ ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കില്ല. എന്നോട് മിണ്ടാതിരിക്കില്ല നീ. ഒന്നുമില്ലേലും കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മൾ സഹോദരിമാരെ പോലെ കഴിഞ്ഞതല്ലടി. വർഷ സംസാരിക്കുന്നതിനിടെ അരുന്ധതിയുടെ മുഖത്തേക്ക് നോക്കി. കാരണം അവൾക്കറിയാം അരുന്ധതി ഒരു പാവം കുട്ടിയാണെന്ന്. വളരെ വേഗം അലിയുന്നവൾ. അതിനാൽ തന്നെ അവൾ തന്നോട് ക്ഷമിച്ച് വീണ്ടും കൂട്ടുകൂടുമെന്ന് വർഷയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. സത്യമാണോ? നീ ഇനി ഒരിക്കലും എന്നോട് അങ്ങനെയൊന്നും പറയില്ലല്ലോ, അരുന്ധതി നിഷ്കളങ്കമായി ചോദിച്ചു. സത്യം, ഇനി ഒരിക്കലും ഞാൻ നിന്നെ വിഷമിപ്പിക്കില്ല, വർഷ അവൾക്ക് സത്യം ചെയ്തു കൊടുത്തു. അവളെയും കൂട്ടി അകത്തേക്ക് പോകുന്നതിന് മുൻപ് അവൾ അനന്തനെ നോക്കി പറഞ്ഞു. അനന്തേട്ട, ഏട്ടനോട് ഞാൻ സോറി പറയുക. ഇന്ന് സ്കൂളിൽ നടന്ന കാര്യങ്ങള് ഏട്ടനെയും ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ഉറപ്പു തരുക, ഇനി എന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. മാത്രമല്ല, മറ്റുള്ളവരും ഇവളെ ശല്യം ചെയ്യാതെ ഞാൻ നോക്കിക്കോളാം. ഇനി അരുന്ധതിയുടെ കാര്യം ഓർത്ത് ഏട്ടൻ വിഷമിക്കണ്ട. അത്രയും പറഞ്ഞ് അരുന്ധതിയെയും കൂട്ടി നടന്നു പോകുന്ന വർഷയെ അനന്തന് അത്ര ഇഷ്ടമായില്ല. അവളുടെ ക്ഷമാപണമൊക്കെ കള്ള നാടകമായിട്ടാണ് അവന് തോന്നിയത്. ഏതായാലും അവളുടെ സ്കൂളിലെ വിഷയമല്ലേ അത്. അവൻ അതിൽ കൂടുതൽ ഇടപെടാൻ മുതിർന്നില്ല. സ്കൂളായാൽ ഇതുപോലെയുള്ള സംഭവങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമല്ലോ എന്ന് കരുതി അവൻ ആശ്വസിച്ചു. അകത്തേക്ക് കയറിയ വർഷ അരുന്ധതിയോട് ചോദിച്ചു, നിനക്ക് ഒരു കാറുണ്ടായിട്ടും നീ എന്തേ എന്നും സ്കൂളിലേക്ക് ബസ്സിൽ വരുന്നേ? ഇപ്പോഴും നീ വന്നത് ടാക്സിയിലായിരുന്നല്ലോ. നീ എന്താ ഇതൊക്കെ ഞങ്ങളിന്ന് മറച്ചു വെച്ച്? വർഷ ചോദിച്ചു. ഹേയ്, ആ കാറ് ഞങ്ങളുടെ ഒന്നും അല്ല. എന്റെ ഏട്ടൻ എന്നൊരാള് സഹായിച്ചു. അപ്പോ
അയാളെ ഏട്ടനെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി ആ കാർ അയച്ചതാ. ഏട്ടൻ വരുന്ന വഴി സ്കൂള് വിടുന്ന നേരമായതുകൊണ്ട് എന്നെയും ഒപ്പം കൂട്ടിയേ ഉള്ളൂ. അല്ലാതെ ഞങ്ങൾക്ക് എവിടുന്ന കാറ്? നിനക്കറിയില്ലേ എന്റെ വീട്ടിലെ അവസ്ഥകളൊക്കെ. അരുന്ധതി പറഞ്ഞത് കേട്ട് വർഷയുടെ മുഖത്തെ ചിരി മാഞ്ഞു. എന്തു പറ്റി നിന്റെ മുഖം വല്ലാതിരിക്കുന്നെ? അരുന്ധതി ചോദിച്ചു. ഏയ് ഒന്നുമില്ല, നീ അകത്തേക്ക് പോയിക്കോ, ഞാൻ വന്നേക്കാം. വർഷ അതും പറഞ്ഞ് അവളെ അകത്തേക്ക് പറഞ്ഞു വിട്ട ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ അനന്തൻ അവൾക്ക് പിറകിലായി നിൽക്കുന്നുണ്ട്. അവളൊന്ന് ഞെട്ടി. പേടിപ്പിച്ചു കളഞ്ഞല്ലോ. നിങ്ങൾ എന്തിനാ പിന്നാലെ വന്നേ? എന്താ അകത്തേക്ക് വരുന്നുണ്ടോ? വർഷ ചോദിച്ചു. അവളുടെ നോട്ടവും ഭാവവും എല്ലാം മാറിയിരുന്നു. ഓന്തിന്റെ ജന്മമാണല്ലോ ഇവൾ, അനന്തൻ മനസ്സിൽ കരുതി. അതെ, ഞാൻ അകത്തേക്ക് വരിക. അരുന്ധതിയുടെ ജോലി കഴിയട്ടെ, അവളെയും കൂട്ടിക്കൊണ്ട് വേണം എനിക്ക് തിരികെ പോകാൻ. ഞാൻ അകത്ത് വെയിറ്റ് ചെയ്തോളാം. അനന്തൻ പറയുന്നത് കേട്ട് വർഷയുടെ മുഖം ഇരുണ്ടു. അവൾ വേഗം പറഞ്ഞു. ശരി, കാത്തിരിക്കണമെങ്കിൽ പുറത്തെ ഗാർഡനിൽ ഇരുന്നോളൂ, അവിടെ ഇരിക്കാൻ ബെഞ്ചുണ്ട്. അകത്തേക്ക് കയറാൻ VIP പാസ് വേണ്ടി വരും. ഏറ്റവും കുറഞ്ഞ സീറ്റ് തന്നെ 3500 രൂപയാവും. അനന്തന്റെ കയ്യിൽ അത്രയും കാശ് ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് വർഷ സംസാരിക്കുന്നത്. അനന്തൻ അവളുടെ സംസാരം തീരെ രസിക്കുന്നില്ല. ശരി മാഡം, എന്നാ ഞാൻ പോയി ഈ പറഞ്ഞ VIP പാസ് എടുത്തിട്ട് വരാം. ഗാർഡനിൽ ഇരിക്കുന്നതൊക്കെ വലിയ ബുദ്ധിമുട്ടാവും. ഞാൻ അകത്ത് തന്നെ ഇരുന്നോളാം. വിരോധമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? അനന്തൻ നീരസത്തോടെ തന്നെ സംസാരിച്ചു. അപ്പോഴേക്കും വർഷയെ ഇതുവരെ അകത്തേക്ക് കാണാഞ്ഞിട്ട് നോക്കാനായി വന്ന അരുന്ധതി അനന്തനെ കണ്ടിട്ട് അവരുടെ അരികിലേക്ക് വന്നു. ദേവ്, നിങ്ങളുടെ അനിയത്തി ഇവിടെ മാസം 4000 രൂപയ്ക്കാ ജോലി ചെയ്യുന്നത്. അവളുടെ ഒരു മാസത്തെ ശമ്പളം ഒറ്റ നിമിഷം കൊണ്ട് തീർക്കാനുള്ള പരിപാടിയാണോ ഈ കാണിക്കുന്നത്? വർഷ ഒരു പുച്ഛത്തോടെ ചോദിച്ചു. വർഷേ, നീ എന്റെ ഏട്ടനെ തെറ്റിദ്ധരിച്ചു എന്നാ തോന്നുന്നത്. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് അങ്ങനെ വെറുതെ ചെലവാക്കി തീർക്കുന്ന ആളല്ല എന്റെ ഏട്ടൻ. ഏട്ടന്റെ കയ്യിൽ തീർച്ചയായും പാസ് എടുക്കാനുള്ള കാശൊക്കെ ഉണ്ടാവും. നീ എന്റെ നല്ലതിന് വേണ്ടിയാ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് എനിക്കറിയാം. എന്നാലും ഇനി ഇങ്ങനെയൊന്നും ഏട്ടനോട് സംസാരിക്കില്ലേ. അരുന്ധതി മിതമായ സ്വരത്തിലാണത് പറഞ്ഞതെങ്കിലും വർഷ അവൾക്കത് തീരെ ഇഷ്ടപ്പെടാത്ത മട്ടിൽ അരുന്ധതിയുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് ലിഫ്റ്റിലേക്ക് കയറി. ലിഫ്റ്റ് പൊങ്ങുന്നതിനിടെ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല അവൾ. അവളുടെ ഈ പെരുമാറ്റം കണ്ട അരുന്ധതിക്ക് എന്തോ വല്ലായ്മ തോന്നി. അവൾ അത് കാര്യമാക്കാതെ അനന്തനോട് പറഞ്ഞു. ഏട്ടാ, ശരിക്ക് പാസ് എടുക്കാനുള്ള കാശ് കയ്യിലുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ ഏട്ടന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അരുന്ധതി തന്റെ ഫോൺ എടുത്തു. ഒന്ന് പോടി കഴുത എന്ന് പറഞ്ഞ് അവളുടെ തലയിൽ ഒന്ന് കൊട്ടിക്കൊണ്ട് അവൻ തന്റെ പോക്കറ്റിൽ നിന്നും ക്രെഡിറ്റ് കാർഡ് എടുത്ത് വലിയ പണക്കാരനാണെന്നുള്ള ഭാവത്തിൽ അവളുടെ കണ്ണിന് മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വീശി കാണിച്ചു. അവൾ ആ കാർഡിലേക്കൊന്ന് നോക്കിയ ശേഷം ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. അരുന്ധതി ജോലിക്ക് കയറിയപ്പോൾ തനിച്ചായ അനന്തൻ അവിടെ വെറുതെ ചുറ്റിത്തിരിയുന്നത് കണ്ട് ഒരു റിസപ്ഷനിസ്റ്റ് അവന്റെ അരികിലേക്ക് വന്നു. സർ, തനിച്ചാണോ വന്നത്? അവർ ചോദിച്ചു. അനന്തൻ എന്താ എന്ന ഭാവത്തിൽ അവരെ നോക്കി. അവർ അവനെ ആ ഹാളിലെ കോർണർ സീറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സർ, പ്ലീസ് സിറ്റ്. ഭവ്യതയോടെ പറഞ്ഞുകൊണ്ട് അവർ തിരികെ പോയി. തനിച്ചു വന്ന ഞാൻ ഇവിടെ 4 പേർക്ക് ഇരിക്കേണ്ട ഏതെങ്കിലും ടേബിളിലാണ് ഇരിക്കുന്നതെങ്കിൽ ബാക്കി 3 ചെയർ ഫില്ലാവാതെ ബാക്കി കിടക്കും. അതാവും ഒറ്റയ്ക്ക് വന്നതിനാൽ ഒരാൾക്ക് മാത്രമുള്ള സ്പേസിൽ കൃത്യമായി തന്നെ കൊണ്ടുവന്നിരുത്തിയത്. അനന്തൻ വെറുതെ ചിന്തിച്ചു. അവിടെ പ്ലേ ചെയ്തിരുന്ന DJ സോങ്സും ലൈറ്റ്സും ഒക്കെ ആസ്വദിച്ച് അനന്തൻ ഒന്നും ചെയ്യാനില്ലാതെ അവിടെ വെറുതെ ഇരുന്നു. തൊട്ടടുത്തുള്ള ടേബിളിലെ ആളുകളുടെ സംസാരമൊക്കെ അനന്തൻ കേൾക്കുന്നുണ്ട്. അവിടെ ജോലി ചെയ്യുന്ന പെൺകുട്ടികളെ പറ്റിയായിരുന്നു അവരുടെ സംസാരം. നോക്കടാ, അതല്ല, ഇപ്പുറത്ത് നിൽക്കുന്നവളെ നോക്ക്. നല്ല അസല് കമ്പിത്തിരി കത്തി നിൽക്കുന്നത് പോലില്ലേ? എന്ത് ഫിഗറാടാ പെണ്ണ്. മോളെ, ഒന്നിങ്ങ് വാ. ഒരാൾ മദ്യലഹരിയിൽ സുഹൃത്തുക്കളോട് പറയുന്നത് കേട്ട് അനന്തൻ ഏത് പെൺകുട്ടിയെ പറ്റിയാണ് അവർ പറയുന്നതെന്ന് ചുറ്റിനും നോക്കി. അവർ ആരെക്കുറിച്ചാവും പറഞ്ഞത്? വർഷ അരുന്ധതിക്ക് ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ?
ഇരുന്നവർ ഏതോ ഒരു പെൺകുട്ടിയുടെ ശരീര സൗന്ദര്യത്തെ വർണ്ണിക്കുന്നത് കേട്ട അനന്തൻ അവർ ആരെയാണ് പറയുന്നതെന്ന് ചുറ്റും നോക്കി. തന്റെ മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിയെ കണ്ട് അനന്തന്റെ കണ്ണുകൾ വിടർന്നു. ഒരു പ്രത്യേകതരം ഭംഗിയായിരുന്നു അവളിൽ അനന്തൻ കണ്ടത്. ദൈവം തന്റെ സൃഷ്ടിയിൽ ഏറ്റവും മനോഹരമായി ചെയ്തത് അവളുടെ രൂപമാണെന്ന് പോലും അനന്തന് തോന്നിപ്പോയി. തന്നെപ്പറ്റി കമന്റ് പറയുന്ന ആ വ്യക്തികളുടെ നേരെ അവൾ കണ്ണു തുറച്ചു നോക്കുമ്പോൾ അനന്തൻ അവളുടെ ആ നോട്ടത്തിൽ സ്വയം കുരുങ്ങിയതുപോലെയായിരുന്നു. അവിടെയുള്ള മറ്റു പെൺകുട്ടികളെ പോലെ ആയിരുന്നില്ല അവൾ. അവളുടെ സ്വരം ഉറച്ചതായിരുന്നു. ആഹാ, എല്ലാവരും ഉണ്ടല്ലോ. ഈ ഭൂമിക്ക് തന്നെ വെറും ഭാരമായി ജനിച്ച എല്ലാം എങ്ങനെയാ കൃത്യമായി ഈ ടേബിളിൽ ഒന്നിച്ചു വന്നൂന്നേ എനിക്ക് സംശയമുള്ളൂ. അവൾ അവരെ നോക്കി താളത്തിൽ വിളിച്ചു പറഞ്ഞു. ആ ഉച്ചത്തിൽ വെച്ചിട്ടുള്ള സോങ്ങുകളുടെ ഇടയിലും അവൾ പറഞ്ഞ വാചകങ്ങൾ അവിടെ ഇരുന്നവർ വ്യക്തമായി തന്നെ കേട്ടു. അനന്തൻ കരുതിയത് അവർ അവളോട് വഴക്കിന് ചെല്ലുകയോ അവളെ ഉപദ്രവിക്കുകയോ ചെയ്യുമെന്നാണ്. പക്ഷേ അവർക്ക് ദേഷ്യം വന്നെങ്കിലും ആരും അവിടെ നിന്നും എഴുന്നേറ്റില്ല. അവർ പരസ്പരം അവളെപ്പറ്റി ചീത്ത പറഞ്ഞുകൊണ്ട് ദേഷ്യം കടിച്ചമർത്തി. എന്നാൽ അല്പനേരം കഴിഞ്ഞപ്പോൾ അവരിൽ ഒരു മധ്യവയസ്കൻ എഴുന്നേറ്റു. വഷളൻ കണ്ണുകളോടെ അയാൾ അവൾക്കടുത്തേക്ക് നടന്നു. എന്താടി പെണ്ണേ, നിന്നെ പോലെ സുന്ദരികളായ പെൺപിള്ളേർക്ക് അഹങ്കാരൊക്കെ ഒരു അഴക. എനിക്കറിയാം നിന്നെ എങ്ങനെ നിലയ്ക്ക് നിർത്തണമെന്ന്. അത് കണ്ടോ, നേരെ എതിരെയുള്ള ഫ്ലാറ്റിലെ റൂം നമ്പർ 104 ഞാൻ ബുക്ക് ചെയ്തിരിക്കുക. ഇന്ന് രാത്രി അവിടെ കൂടിയാലോ നമുക്ക്? വെറുതെ ഒന്നും വേണ്ട, രാവിലെ പോകുന്നതിന് മുൻപ് ഒരു ഉഗ്രൻ ഡയമണ്ട് നെക്ലസ് തന്നെ സമ്മാനമായിട്ട് തരാം. അയാൾ തന്റെ വെള്ളി വീണു തുടങ്ങിയ താടി ഒന്ന് ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു. അവളുടെ പ്രതികരണം എന്താകുമെന്ന ആകാംക്ഷയിൽ ചുറ്റുമുള്ള കണ്ണുകളെല്ലാം അവളിൽ തന്നെ പതിഞ്ഞു. ആ പെൺകുട്ടി ദേഷ്യപ്പെടുകയോ പതറുകയോ മറ്റും ചെയ്യുമെന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ അവൾ ഒരു മന്ദബുദ്ധിയെ നോക്കുന്നത് പോലെയുള്ള ഭാവത്തിൽ അയാളെ ചിരിച്ചുകൊണ്ടൊന്ന് നോക്കുക മാത്രമാണ് ചെയ്തത്. അവൾ ഇതെന്താണ് ഇങ്ങനെ തുറിച്ചു നോക്കുന്നത് എന്നോർത്ത് ആ മനുഷ്യൻ തെല്ലൊന്ന് അസ്വസ്ഥനായി. ഞാൻ കൂടെ വരായിരുന്നു, പക്ഷെ എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, മണ്ടന്മാരും ഭ്രാന്തന്മാരും പലതും പറയും, അതൊന്നും വിശ്വസിക്കരുതെന്ന്. കൂടെ പോയാൽ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ലെന്ന്. അപ്പൊ പിന്നെ ഞാൻ എങ്ങനെയാ തന്നെയും വിശ്വസിച്ച് തന്റെ കൂടെ വരിക? അവളുടെ മറുപടി കേട്ട് അയാൾ ഇളിഭ്യനായി. അനന്തൻ ചുണ്ട് കടിച്ചു പിടിച്ച് ചിരി മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. അയാൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സർവരും തന്നെ പരിഹസിച്ച് ചിരിക്കുന്നതാണ് കണ്ടത്. അവൾ അയാളെ മറികടന്ന് അനന്തൻ ഇരിക്കുന്നതിന്റെ തൊട്ടടുത്തുള്ള സീറ്റിൽ വന്നിരുന്നു. അല്പം മദ്യം കഴിച്ചതിന്റെ ലക്ഷണം അവളുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്നു. അവൾ അനന്തനോട് ചോദിച്ചു, ഹാൻസം, എനിക്കൊരു ഡ്രിങ്ക് ഓഫർ ചെയ്യൂ? അനന്തൻ അവളുടെ ചോദ്യം കേട്ട് ഒരു നിമിഷം ശങ്കിച്ചു. അവനറിയാം ചുറ്റുമുള്ള എല്ലാവരുടെയും കണ്ണുകൾ ഇപ്പോൾ തന്റെ മേലെ തന്നെ ആയിരിക്കുമെന്ന്. അനന്തൻ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അതിന് നമ്മളിരുവർക്കും പരസ്പരം അറിയ പോലില്ലല്ലോ കുട്ടി, അനന്തൻ അവളോട് ചോദിച്ചു. അവൾ അനന്തന്റെ മറുപടി കാര്യമാക്കാതെ വെയിറ്ററിനെ വിളിച്ച് ഒരു ബിയർ ഓർഡർ ചെയ്തു. എന്നിട്ട് അനന്തനെ നോക്കി. കറക്റ്റ്, എന്റെ പേര് സൈരന്ദ്രി. അവൾ തന്റെ മുന്നിലെത്തിയ ബിയർ ഗ്ലാസ് കയ്യിലെടുത്തുകൊണ്ട് അനന്തന്റെ പ്രതികരണത്തിന് പോലും കാക്കാതെ ചിയേഴ്സ് പറഞ്ഞ് ആ ഗ്ലാസ് ചുണ്ടോട് അടുപ്പിച്ചു. ഇപ്പോ നമ്മൾ പരിചയപ്പെട്ടല്ലോ. അവൾ നാവ് കുഴഞ്ഞുകൊണ്ട് അത് പറയുമ്പോൾ അനന്തൻ ആകെ ഒരു അസ്വാഭാവികത തോന്നി. അവൻ ഇതുവരെ കണ്ട പെൺകുട്ടികളെ പോലെ ആയിരുന്നില്ല അവൾ. എന്തൊക്കെയോ ഒരു നിഗൂഢത. അതിനാൽ തന്നെ അനന്തൻ അധികം അടുപ്പം കാട്ടാതെ മൗനം പാലിച്ചിരുന്നു. താൻ അവഗണിക്കുമ്പോൾ അവൾ സ്വയം എഴുന്നേറ്റ് പോകുമെന്നാണ് അവൻ കരുതിയത്. പക്ഷെ അതുണ്ടായില്ല. സത്യത്തിൽ ഞാൻ ഇവിടെ വന്നിരുന്നത് നിങ്ങൾ എന്റെ പ്രിയപ്പെട്ട പൂച്ചക്കുഞ്ഞിനെ ദയയോടെ പരിചരിച്ചതിന് നന്ദി പറയാനാ. അവൾ അത് പറയുമ്പോൾ അനന്തൻ അല്പം പോലും സംശയം തോന്നിയില്ല ഇവളിത് ഏത് പൂച്ചയുടെ കാര്യമാണ് പറയുന്നത് എന്ന്. അവന്റെ മനസ്സിലേക്ക് നാരായണ കൈമളിന്റെ വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ താൻ കണ്ട ആ പൂച്ചയുടെ രൂപം ഒരു ഞൊടിയിടയിൽ മനസ്സിലേക്ക് ഓടി വന്നു. അതിനെ കണ്ടപ്പോൾ തന്നെ തനിക്കൊരു പ്രത്യേകത തോന്നിയിരുന്നതാണ്. സാധാരണ വീടുകളിൽ വളർത്തുന്ന ഒരു തരം പൂച്ചയാണ് അതെന്ന് അവന് അതിനെ കണ്ടിട്ടപ്പോൾ തോന്നിയില്ല. പക്ഷെ സൈരന്ദ്രിയുമായി ഒരു സംഭാഷണത്തിന് താല്പര്യമില്ലാതിരുന്ന അനന്തൻ
അവൾ പറയുന്നത് എന്താണെന്ന് തനിക്ക് മനസ്സിലായില്ല എന്ന ഭാവത്തിലിരുന്നു. ഏത് പൂച്ചയുടെ കാര്യം ഇയാൾ പറയുന്നത്? എനിക്കൊരു പൂച്ചയെ അറിയില്ലല്ലോ. അനന്തൻ പറയുന്നത് കേട്ട് അവൾ വെറുതെ ചിരിച്ചു. കള്ളം പറയാൻ വെറുതെ പരിശ്രമിക്കണ്ട. എന്നോട് കള്ളം പറഞ്ഞ അത് വിഫലമാവേ ഉള്ളൂ. എന്റെ ആ കാട്ടുപൂച്ചയെ തനിക്ക് അറിയില്ലെങ്കിൽ അത് പോട്ടെ. പക്ഷേ കൈമൾ കുടുംബത്തിലെ തലമൂത്ത കണ്ണിയായ ദേവയാനി, അവളെ തീർച്ചയായും അറിഞ്ഞിരിക്കണം. അവൾ പ്രതികാരം ചെയ്യാൻ നിന്നെ തേടിയെത്തുമ്പോ പിടിച്ചു നിൽക്കണ്ടേ? സൈരന്ധ്രിയുടെ സംസാരം അനന്തന് തീരെ ഇഷ്ടപ്പെട്ടില്ല. കൈമളിന്റെ പേര് വീണ്ടും കേട്ടപ്പോൾ തന്നെ അനന്തന് ദേഷ്യം വന്നു. ആരാണീ ദേവയാനി? അവളെ താൻ എന്തിനു ഭയക്കണം? അവൻ ചിന്തിച്ചു. അനന്തൻ അപ്പോഴാണ് ശ്രദ്ധിച്ചത് തന്റെ മുന്നിലിരിക്കുന്ന സൈരന്ധ്രി ഒരു സാധാരണ പെൺകുട്ടിയല്ല എന്ന കാര്യം. എന്തോ ഒരു ദൈവിക ശക്തി അവളുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്നത് അനന്തന് തിരിച്ചറിയാൻ കഴിഞ്ഞു. മറ്റൊരു കാര്യം കൂടി അവൻ മനസ്സിലാക്കി. ആ ശക്തി താൻ തിരിച്ചറിയാതിരിക്കാൻ കഴിവതും ശ്രമിക്കുന്നുണ്ട് സൈരന്ധ്രി. അതിനാൽ തന്നെ അനന്തൻ മുഖത്ത് സ്വാഭാവികത വരുത്തി പെരുമാറി. ആരാ ദേവയാനി? അവളിപ്പോ എവിടെ? അനന്തൻ ചോദിച്ചു. അവൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അവൾ അവളുടെ സഹോദരനുമായി ഒരു പ്രശ്നം ഉണ്ടാക്കി പോയതാ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ അവിടെ കണ്ട ബാക്കിയുള്ളവരെ പോലെയല്ല ദേവയാനി. തികഞ്ഞ അഭ്യാസിയ സകല വിദ്യകളിലും. അവൾക്കറിയാത്ത മന്ത്രതന്ത്രങ്ങളില്ലെന്ന് തന്നെ പറയാം. അതുകൊണ്ട് താനൊന്ന് കരുതിയിരുന്നു, ദേവയാനി ഉടനെ തിരികെ വരും. നിങ്ങൾ കൈമളിന്റെ കൈ വെട്ടിയതറിഞ്ഞാൽ തീർച്ചയായും അവൾ തിരികെ വരിക തന്നെ ചെയ്യും. സൈരന്ധ്രി പറഞ്ഞു. അവൾ അങ്ങനെ പ്രതികാരത്തിനായി എന്റെ അരികിലേക്ക് വരുമെന്ന് നിനക്ക് ഉറപ്പാണെങ്കിൽ ഞാൻ കാത്തിരിക്കാം. അവൾ വരട്ടെ. അനന്തൻ ലാഘവത്തോടെ പറഞ്ഞു. സൈരന്ധ്രി അനന്തന്റെ അരികിലേക്ക് അല്പം കൂടി നീങ്ങിയിരുന്നു. അവൾക്ക് അവനോട് ഒരു പ്രത്യേക താല്പര്യമുണ്ടെന്ന് അനന്തന് മനസ്സിലായി. സൈരന്ധ്രി ആകട്ടെ താൻ ഇവിടേക്ക് വന്നതിന്റെ പ്രധാന ലക്ഷ്യം പോലും മറന്നുപോയിരുന്നു. ഇനി പറ, ആ പൂച്ചക്കുഞ്ഞ് എവിടെയാ? 2 ദിവസമായിട്ട് അവനെ കാണുന്നില്ല. അതിനെ നീ കൊണ്ടുപോയതാണെന്ന് എനിക്കറിയാം. അവൾ അവനോട് പറഞ്ഞു. ആ പൂച്ച നിന്റേതാണെങ്കിൽ ഉറപ്പായി ഞാനതിനെ തിരികെ നൽകും. അനന്തൻ പറഞ്ഞു. അവർ അങ്ങനെ സംസാരിച്ചിരിക്കുന്നതിന്റെ ഇടയ്ക്ക് അരുന്ധതി അവിടേക്ക് വരുന്നത് അവൻ കണ്ടു. കയ്യിൽ ഒരു ചായയുമായി പുഞ്ചിരിയോടെ തന്റെ അടുത്തേക്ക് വരുന്ന അവളുടെ ചിരി പെട്ടെന്ന് മായുന്നതും അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. തന്റെ ഏട്ടന്റെ അരികിൽ ഒരുവൾ കൊഞ്ചിക്കുഴഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടതിനാലാണ് അരുന്ധതിയുടെ മുഖം ഇരുണ്ടത്. ഒരു അസുഖത്തിൽ നിന്ന് തന്റെ ഏട്ടൻ കരകയറിയത് 2 ദിവസം മുൻപ് മാത്രമാണ്. ഇങ്ങനെയുള്ള പെൺകുട്ടികൾ വന്ന് തന്റെ ഏട്ടനെ വലയിൽ വീഴ്ത്താനോ തന്റെ കുടുംബത്തിന്റെ സന്തോഷം കെടുത്താനോ അവൾ ആഗ്രഹിക്കുന്നില്ല. അവൾ ചുളിഞ്ഞ മുഖത്തോടെയാണ് അനന്തന് മുൻപിൽ ആ ചായ വെച്ചത്. അരുന്ധതിയുടെ മുഖഭാവത്തിൽ നിന്നും അവൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ സൈരന്ധ്രി അവൾക്ക് നേരെ കൈ നീട്ടി പരിചയപ്പെടാൻ ചെന്നു. ഹലോ, ഞാൻ സൈരന്ധ്രി. കുട്ടിയുടെ ഈ ഏട്ടൻ എന്റെ ഏറ്റവും വിലപ്പെട്ട ഒരു സ്വത്ത് അപഹരിച്ചിരിക്കുക. ഞാൻ അതിനെപ്പറ്റി ചോദിക്കായിരുന്നു. മദ്യലഹരിയിൽ നാവ് കുഴഞ്ഞ് വല്ലാത്തൊരു വശ്യതയോടെയായിരുന്നു സൈരന്ധ്രിയുടെ സംസാരം. അത് കേട്ട് അരുന്ധതി ഒന്ന് പകച്ചു. ഒരു പെൺകുട്ടിക്ക് ഏറ്റവും വിലപ്പെട്ടത് എന്ന് പറയുമ്പോൾ അപ്പോൾ അവൾ ഒന്ന് നടുങ്ങി. സൈരന്ധ്രിയുടെ സംസാരം കേട്ടാൽ ആരും അങ്ങനെ തെറ്റിദ്ധരിച്ചു പോകും. അതിനാൽ തന്നെ അനന്തനും ഒന്ന് ഞെട്ടി. അവൾ തന്റെ കുഞ്ഞനിയത്തിയോടെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അവൾ എന്തായിരിക്കും കരുതുക? അനന്തൻ ആകെ അങ്കലാപ്പിലായി. അനു, ഞാൻ ഇന്നലെ വീട്ടിലേക്ക് കൊണ്ടുവന്ന ആ പൂച്ചയില്ലേ, അത് ഈ പെൺകുട്ടിയുടേതാണെന്ന്. അതിനെപ്പറ്റിയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അനന്തൻ പറഞ്ഞു. അതെ കുട്ടി, എന്നെ സംബന്ധിച്ച് എൻ്റെ ആ പൂച്ച എൻ്റെ ഏറ്റവും വിലപ്പെട്ട സ്വത്താ. വെറുതെ തൻ്റെ ഏട്ടനെ പറ്റി വേണ്ടാത്തൊന്നും ചിന്തിക്കേണ്ട. സൈരന്ധ്രി ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. അത് കേട്ടതും അരുന്ധതി ആകെ ഒന്ന് ചമ്മി. തന്റെ മനസ്സിൽ എന്തായിരുന്നുവെന്ന് അവർക്ക് മനസ്സിലായെന്ന് കണ്ട അരുന്ധതിക്ക് പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാൻ തോന്നിയില്ല. അവളുടെ ജാള്യത മറച്ചുകൊണ്ടുള്ള ആ പോക്ക് കണ്ടപ്പോൾ സൈരന്ധ്രി പൊട്ടിച്ചിരിച്ചു. ഇതൊക്കെ കണ്ടുകൊണ്ട് വർഷ അവർക്കരികിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ അനന്തന്റെ അടുക്കലേക്ക് വന്നു. ഇയാളുടെ അനിയത്തി അവിടെ ജോലി ചെയ്ത് കഷ്ടപ്പെടുമ്പോ
ആൾ ഇവിടെ വന്ന് കള്ളും കുടിച്ച് പെമ്പിള്ളേരോട് കൊഞ്ചി കുഴഞ്ഞു നിൽക്കാണല്ലേ. കഷ്ടം തന്നെ. അവളുടെ ജോലി കളയാനുള്ള ഭാവമാണോ? അവൾ കിട്ടിയ തക്കത്തിന് അവനെ പരിഹസിച്ചു. അവളുടെ ജോലി നഷ്ടപ്പെടുന്നതിനെ പറ്റി ഓർത്ത് നീ ദുഃഖിക്കണ്ട. കാരണം അത് ഇന്നത്തോടുകൂടി നിർത്താൻ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. അനന്തൻ പറയുന്നത് കേട്ട് വർഷയൊന്ന് ഞെട്ടി. നിർത്താനോ? അതെങ്ങനെ പെട്ടെന്ന് നിർത്തുന്ന? 1 മാസം കൂടി കഴിയണം ഇവിടെ അവളുടെ കോൺട്രാക്ട് തീരാൻ. അല്ലാതെ കാളിദാസൻ മുതലാളി സമ്മതിക്കില്ല. മുതലാളിയുടെ കയ്യും കാലും പിടിച്ച് കരഞ്ഞുകൊണ്ട് പുള്ളിയുടെ ഒരു സ്വാധീനത്തിന്റെ പേരില്ല അരുന്ധതിക്ക് ഇവിടെ അന്ന് ജോലി കിട്ടിയത് തന്നെ. അവളുടെ കോൺട്രാക്ട് ശരിയാക്കി തന്നത് മുതലാളിയാ. അപ്പൊ പിന്നെ മുതലാളി സമ്മതിക്കാതെ പോവാൻ പറ്റുമോ? അവൾ പറഞ്ഞു. നിന്റെ കാളിദാസ മുതലാളിയോടൊക്കെ ഞാൻ സംസാരിച്ചോളാം. നീ അതിനെക്കുറിച്ച് ടെൻഷൻ ആവണ്ട. എന്തു തന്നെ ആയാലും അരുന്ധതി ഇന്ന് തന്നെ ഇവിടുത്തെ ജോലി ഉപേക്ഷിക്കും. അനന്തൻ പറഞ്ഞു. ശരി, ആയിക്കോട്ടെ. കാളിദാസ മുതലാളി ഇപ്പൊ ഇവിടെയുണ്ട്. വാ, ഞാൻ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോവാം. കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് നേരിട്ട് തന്നെ പറഞ്ഞു. വർഷ പറഞ്ഞു. അനന്തൻ അവളോടൊപ്പം പോകാൻ തന്നെ തീരുമാനിച്ചു. എന്തൊക്കെയോ ഗൂഢാലോചനകൾ നടക്കുന്നതായി അനന്തന് തോന്നി. അതിനാൽ തന്നെയാണ് അനന്തൻ അവിടേക്ക് പോകാൻ തീരുമാനിച്ചത്. എന്തെങ്കിലും സഹായം വേണ്ടി വന്നാൽ വിളിക്കണേ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. പോകുന്നതിന് മുൻപ് സൈരന്ധ്രി വിളിച്ചു പറഞ്ഞു. അതിന്റെ ആവശ്യം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അനന്തൻ തന്റെ സ്വതസിദ്ധമായ പുഞ്ചിരിയോടെയാണ് മറുപടി പറഞ്ഞത്. അവിടെ തന്നെയുള്ളൊരു VIP ഹാളിലേക്കാണ് വർഷ അനന്തനെ കൂട്ടിക്കൊണ്ടുപോയത്. അവിടെ തിരക്ക് വളരെ കുറവായിരുന്നു. നല്ല വസ്ത്രങ്ങൾ ധരിച്ച വിരലിൽ എണ്ണാവുന്ന ചെറുപ്പക്കാർ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവിടെ ഒരു വലിയ സോഫയിൽ കയ്യിൽ ഒരു ഗ്ലാസ് മദ്യവുമായി ചാരിയിരിക്കുകയാണ് കാളിദാസൻ നമ്പ്യാർ. അയാളുടെ ഇരിപ്പും ഭാവവും കണ്ടാൽ അറിയാം അയാൾക്ക് ആ ബാറിലുള്ള പിടിപാടും സ്വാധീനവും. കാളിദാസ മുതലാളി, ഇതാരെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നതെന്ന് നോക്കി. നമ്മുടെ അരുന്ധതിയുടെ ഏട്ടനാ അനന്തൻ. ഇയാൾക്ക് മുതലാളിയോട് എന്തോ സംസാരിക്കണോന്ന് എന്ന് പറഞ്ഞുകൊണ്ട് വർഷ തെളിഞ്ഞ ചിരിയോടെ 2 ചുവട് പുറകോട്ട് വെച്ചു. വരൂ, ഇരിക്കുവാനെന്താ? ഒരു പെഗ്ഗൊഴിക്കട്ടെ, അത് കഴിഞ്ഞാവാം സംസാരം. കാളിദാസൻ നമ്പ്യാർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വേണ്ട, ഞാൻ കഴിക്കുന്നില്ല. അനന്തൻ അത് പറഞ്ഞതും അവിടെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരെല്ലാവരും പെട്ടെന്ന് നിശബ്ദരായി അനന്തനെ നോക്കി. പിന്നെ അവർ പരസ്പരം എന്തോ അടക്കം പറയാൻ തുടങ്ങി. എനിക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് പറഞ്ഞിട്ട് പോവാൻ വേണ്ടിയാ ഞാൻ വന്നെ. സൽക്കാരത്തിന്റെ ആവശ്യമൊന്നുമില്ല. അനന്തൻ പറഞ്ഞു. കാളിദാസൻ മുതലാളിയോട് എതിർവാ പറയാൻ മാത്രം ചങ്കൂറ്റമുള്ള ഒരാളോ? അവിടെ നിന്നവരിൽ ഒരു യുവാവ് അനന്തനെ പരിഹസിച്ച് തന്റെ അടുത്ത് നിന്നവനോട് പറഞ്ഞു. കാളിദാസന്റെ മുഖമിരുണ്ടു. അയാൾ ഒരു ബക്കറ്റ് നിറച്ച് ഐസ് ക്യൂബ് എടുത്ത് അനന്തന്റെ മുന്നിലേക്ക് വെച്ചു. ഒന്നുകിൽ നീ ഈ മദ്യം കഴിക്കണം, അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ഒരു ബക്കറ്റ് ഐസ് മുഴുവൻ കഴിച്ചു തീർക്കണം. ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യാതെ നീ ഇവിടെ ഒന്ന് തിരികെ പോവില്ല. കാളിദാസൻ വളരെ അധികം ദേഷ്യത്തോടെ പറഞ്ഞു. അനന്തൻ തന്റെ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് തികട്ടി വന്ന ദേഷ്യം അടക്കാൻ കഴിവതും ശ്രമിച്ചു. തന്റെ ജീവിതത്തിൽ ഇന്നോളം ഇത്രയും അഹങ്കാരം പിടിച്ചൊരുവനെ കണ്ടിട്ടില്ല എന്ന് അനന്തന് തോന്നി. ആ ഹാളിൽ ഇതൊക്കെ കണ്ട് മാറി നിന്ന കാളിദാസന്റെ മാനേജർ അന്തരീക്ഷം ശാന്തമല്ല എന്ന് മനസ്സിലാക്കി കാളിദാസനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. മുതലാളി, ഇവിടെ വെച്ചൊരു പ്രശ്നം ഉണ്ടാക്കണ്ട. ഇത് നമ്മുടെ അരുന്ധതിയുടെ സ്വന്തം ഏട്ടനല്ലേ, അതുകൊണ്ട് വിട്ടേക്ക്. മാനേജർ തന്റെ അനിയത്തിയുടെ പേര് പറയുന്നത് കേട്ട് അനന്തൻ ആകെ ഒരു പന്തികേട് തോന്നി. എന്താണ് കാളിദാസന്റെ ഉദ്ദേശം? അരുന്ധതിയും അനന്തനും എന്തെങ്കിലും ആപത്തിലാണോ? സൈരന്ധ്രി ആരാണ്? അധ്യായം 13. അരുന്ധതിയോടൊപ്പം അവൾ ജോലി ചെയ്യുന്ന ക്ലബിൽ പോയ അനന്തന് കാളിദാസൻ നമ്പ്യാരുമായി ഒരു മുഷിച്ചിലിനിട വന്നു. ഒരു ബക്കറ്റ് നിറയെ ഐസ് ക്യൂബ് കൊണ്ടുവച്ച ശേഷം അത് മുഴുവൻ കഴിച്ചു തീർക്കാൻ ആജ്ഞാപിക്കുകയാണ് അയാൾ ചെയ്തത്. മുതലാളി, ഇവിടെ വെച്ചൊരു പ്രശ്നം ഉണ്ടാക്കണ്ട. ഇത് നമ്മുടെ അരുന്ധതിയുടെ സ്വന്തം ഏട്ടനല്ലേ, അതുകൊണ്ട് വിട്ടേക്ക്. മാനേജർ തന്റെ അനിയത്തിയുടെ പേര് പറയുന്നത് കേട്ട് അനന്തന് ആകെ ഒരു പന്തികേട് തോന്നി. മാനേജർ അനന്തന് നേർക്ക് തിരിഞ്ഞു.
കാളിദാസൻ മുതലാളിയോട് ഇന്ന് വരെ ആരും ഇങ്ങനെ കയർത്ത് സംസാരിച്ചിട്ടില്ല. ആദ്യം നീ അദ്ദേഹത്തോട് ക്ഷമ പറ. പിന്നെ നിന്റെ അനിയത്തിയുടെ കാര്യം. അദ്ദേഹം പറയുന്ന ദിവസം വരെ നിന്റെ അനിയത്തി ഇവിടെ ജോലി ചെയ്തേ പറ്റൂ. അതാണ് ഇവിടുത്തെ നിയമം, മാനേജർ പറഞ്ഞു. അതിനിപ്പോ എന്താ പ്രശ്നം? കാളിദാസൻ മുതലാളിക്ക് ഒരു പ്രത്യേക അലിവ് തോന്നിയിട്ടാണ് അരുന്ധതിയോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞത്. അന്ന് ഇവിടെ ജോലിക്ക് ഒഴിവ് പോലില്ലായിരുന്നു. ബാർ ഓണർ പരമേശ്വരൻ സാറിനോട് മുതലാളി ഒരൊറ്റ വാക്ക് പറഞ്ഞതും അരുന്ധതിക്ക് ഇവിടെ ജോലി കിട്ടി. അതൊക്കെ അങ്ങനെ മറക്കാൻ പറ്റുമോ? പറയുന്നതനുസരിച്ച മുതലാളിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് വേണ്ട സഹായങ്ങളൊക്കെ ഇനിയും കിട്ടും. ഇതെല്ലാം കേട്ടുകൊണ്ട് അടുത്തു നിന്നിരുന്ന വർഷ എരുതിയിൽ എണ്ണയൊഴിക്കും പോലെ പറഞ്ഞു. നിർത്തടി നിന്റെ നാവാട്ടം, കുറെ നേരമായി സഹിക്കുന്നു. അനന്തൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റു. ഇങ്ങോട്ട് വരുമ്പോൾ അനന്തൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല തന്റെ അനിയത്തിയുടെ പാർട്ട് ടൈം ജോലി അവസാനിപ്പിക്കുക എന്നത് ഇത്രയും പ്രയാസമേറിയ കാര്യമായി തീരുമെന്ന്. അനന്തന് വേണമെങ്കിൽ ഒരു നിമിഷം കൊണ്ട് തന്നെ അവന്റെ അത്ഭുത സിദ്ധികൾ കൊണ്ട് ഇവരെ എല്ലാം ഒരു പാഠം പഠിപ്പിക്കാം. പക്ഷെ ഇത്രയും നിസാരമായ കാര്യത്തിന് വേണ്ടി തന്റെ ശക്തികൾ ആവശ്യമില്ലാതെ വിനിയോഗിക്കാൻ അവന് തീരെ താല്പര്യമില്ലായിരുന്നു. പിന്നെ ഒരുപാട് തന്റെ ശക്തികളെ പറ്റി നാട്ടിൽ പാട്ടായാൽ അത് തനിക്ക് തന്നെ പിന്നീട് ഒരു വിനയായി വരും എന്ന് കൃത്യമായ ധാരണയും അവനുണ്ടായിരുന്നു. നോക്ക്, എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാ. എന്റെ പെങ്ങളെ ഞാൻ ഇന്ന് തന്നെ ഇവിടുന്ന് കൊണ്ടുപോകും. തടയാൻ ശ്രമിക്കരുത്. പകരം നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞോളൂ. എത്ര വലിയ നഷ്ടപരിഹാരം നൽകാനും ഞാൻ ഒരുക്കുക. അതല്ലേ ഒരു സ്ഥാപനത്തിലെ യഥാർത്ഥ രീതി. അനന്തൻ എല്ലാവരോടുമായി പറഞ്ഞു. കാളിദാസന്റെ മുഖം വലിഞ്ഞു മുറുകി. മാനേജറിന് അയാളെ പേടിയായിരുന്നു. അത് അയാളുടെ മുഖത്ത് കാണുകയും ചെയ്യാം. കസ്റ്റമേഴ്സിൽ ചിലർ നല്ലതുപോലെ കാളിദാസനെ പരിഹസിച്ചു. മുതലാളി, നിങ്ങളോട് അന്നേ പറഞ്ഞതല്ലേ കൺമുന്നിൽ ഇങ്ങനെ വിളഞ്ഞു നിൽക്കാൻ വിടണ്ടാന്ന്. ആദ്യമേ വിരട്ടി വശത്താക്കിയിരുന്നെങ്കിൽ കാര്യം നടന്നേനെ. ഇപ്പൊ എന്തായി? കണ്ടില്ലേ, ഇപ്പൊ അവൾ അവളുടെ ഏട്ടന്റെ കൂടെ രക്ഷപ്പെടാൻ പോകുന്നു. അതെ അതെ, പെണ്ണ് കൈവിട്ടുപോയി. അത് ഇത്രയും നല്ലൊരു കരിക്ക് പരുവത്തിലുള്ളൊരു പെണ്ണ്. ഇങ്ങർക്ക് അതിനെ നോക്കി വെള്ളം ഇറക്കാൻ മാത്രമേ വിധിച്ചിട്ടുള്ളൂ. ഒന്ന് തൊട്ടു നോക്കാൻ പോലും സാധിച്ചിട്ടില്ല. ആ ചെറുപ്പക്കാരുടെ ഇത്തരം സംസാരങ്ങൾ കേട്ട് അനന്തന്റെ നിയന്ത്രണം വിട്ടു. എന്താണോ പറഞ്ഞത്? നീ ആരെ പറ്റിയ പറഞ്ഞെന്നറിയോ? അനന്തൻ ക്ഷുഭിതനായി. അനന്തനെ പോലെ ഒരു ചെറിയ പയ്യൻ തങ്ങളുടെ നേർക്ക് തട്ടിക്കയറുന്നതിൽ അവിടെ നിന്ന് ഒരുവന് വളരെയധികം ദേഷ്യം തോന്നി. അവൻ കയ്യിൽ കിട്ടിയ ബിയർ ബോട്ടിലെടുത്ത് അനന്തന്റെ നേർക്ക് വലിച്ചെറിഞ്ഞു. അനന്തന്റെ അരികിൽ നിന്ന ചെറുപ്പക്കാർ ഭയന്ന് ആ കുപ്പി അവരുടെയൊന്നും തലയിൽ കൊള്ളാതെ കുതറി മാറി. എന്നാൽ അനന്തൻ മാത്രം നിൽക്കുന്നിടത്തു നിന്നും ഒരിഞ്ചു പോലും മാറാതെ അവിടെ തന്നെ ഉറച്ചു നിന്നു. ആ ബോട്ടിൽ അനന്തന്റെ തലയിൽ കൊണ്ടില്ല എന്ന മട്ടിലെത്തിയതും അവൻ തന്റെ 2 വിരലുകൾ കൊണ്ട് ആ കുപ്പിയെ അന്തരീക്ഷത്തിൽ നിശ്ചലമാക്കി നിർത്തി. അനന്തന്റെ ആ പ്രവൃത്തിയിൽ ആ കുപ്പി എറിഞ്ഞ യുവാവ് ഉൾപ്പെടെ അവിടെ നിന്നവരെല്ലാവരും ഞെട്ടി. നീ ചാവാനാണ് ഇങ്ങോട്ടേക്ക് വന്നേ? എന്നോ അതിനൊരുങ്ങിക്കോ, ആ യുവാവ് വിളിച്ചു പറഞ്ഞു. എന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, നീ ഇന്ന് ഇവിടേക്ക് വന്നത് മരിക്കാൻ വേണ്ടി തന്നെയാ. അന്ത്യം അടുത്തത് കൊണ്ട് തന്നെയാ ഈ അനന്തന് നേരെ നീ കൈ ഉയർത്താൻ മുതിർന്നത്, അനന്തൻ പറഞ്ഞു. അത്രയും പറഞ്ഞുകൊണ്ട് അനന്തൻ തന്റെ മുന്നിൽ നിശ്ചലമാക്കി നിർത്തിയിരുന്ന ആ ബിയർ ബോട്ടിലിന് നേരെ ഒന്ന് വിരൽ ഞൊടിച്ചു. ആ ബിയർ ബോട്ടിൽ അതിവേഗം അന്തരീക്ഷത്തിലൂടെ പറന്നു ചെന്ന് അത് എറിഞ്ഞവന്റെ തലയിൽ തന്നെ കൊണ്ടു. അവന്റെ അലർച്ച അവിടെ ആകെ മുഴങ്ങി കേൾക്കുന്നതിനോടൊപ്പം ആ കുപ്പിയുടെ ചില്ലും ബിയറും രക്തവും എല്ലാം അവിടെ ആകെ തെറിച്ചു. കണ്ടു നിന്നവരൊക്കെ വിറച്ചു പോയൊരു കാഴ്ചയായിരുന്നു അത്. ഇവനെ അടിച്ച് കൊല്ലട, കൂട്ടത്തിൽ ഒരുവൻ ആക്രോശിച്ചു. അവിടെ കൂടി നിന്നവരൊക്കെയും നല്ല ധനികരും അതുപോലെ തന്നെ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുമാണ്. അവരെല്ലാവരും അനന്തന് നേർക്ക് വന്നു. തനിച്ചായവനെ കൂട്ടം ചേർന്ന് ആക്രമിക്കാൻ എളുപ്പമാണെന്ന ധാരണയായിരുന്നു അവർക്ക്. അവരെല്ലാം ഓരോ അഭ്യാസ മുറകൾ പഠിച്ചവർ തന്നെ ആയിരുന്നുവെങ്കിലും അവർക്കറിയില്ലല്ലോ അവരഭ്യസിച്ചതൊന്നും അനന്തന്റെ ശക്തികൾക്ക് മേലെ ഫലം ചെയ്യുന്നതല്ല എന്ന്. അനന്തന്റെ മേലെ ആദ്യത്തെ വ്യക്തി കൈവച്ചതും അവൻ ഒരു കൈകൊണ്ട് തന്നെ അയാളെ ചുമരിലേക്ക് വലിച്ചെറിഞ്ഞു. ചുമരിൽ തലയിടിച്ച് രക്തം വാർന്ന അയാൾക്ക് ഉടനെ തന്നെ ബോധം നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ മറ്റൊരുവന്റെ കാൽപാദം വളച്ചൊടിച്ച് അവന്റെ അടിവയറ്റിൽ പ്രഹരിച്ചതും രക്തം ഛർദ്ദിച്ചുകൊണ്ട് അവനും വീണു.
നിലത്ത് വീണ് കിടന്ന ഒരുവന്റെ നെഞ്ചിൽ ചവിട്ടിയതും അവന്റെ എല്ലു നുറുങ്ങുന്ന ശബ്ദം കേട്ട് ചുറ്റും നിന്നവരെല്ലാം ഭയന്നു. ആരെങ്കിലും ഈ ഫൈറ്റ് ഒന്ന് നിർത്തിക്കോ, പോലീസിനെ വിളിക്കേ, അവിടെ നിന്ന സ്റ്റാഫ് ഭയത്തോടെ പറഞ്ഞു. അനന്തൻ തന്റെ ദേഷ്യം തീരുന്നത് വരെ അവിടെ ഉണ്ടായിരുന്നവരെ പ്രഹരിച്ചു. ഇപ്പോൾ ആ മുറിയിൽ ആകെ നിവർന്നു നിൽക്കുന്ന പുരുഷൻ കാളിദാസൻ നമ്പ്യാർ മാത്രമാണ്. അയാളെ ഇതുവരെ അനന്തൻ ഒന്നും ചെയ്തിട്ടില്ല. തനിക്ക് നേരെ അനന്തൻ വരുന്നത് കണ്ട കാളിദാസൻ ആ മുറിക്ക് ചുറ്റും നോക്കി. അല്പം മുൻപ് വരെ തല ഉയർത്തി നിന്ന വ്യക്തികളുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് അയാൾ വിറച്ചു. ചുറ്റും രക്തം, നിലത്ത് ബോധമില്ലാതെ കിടക്കുന്ന പലരെയും കണ്ടാൽ പോലും തിരിച്ചറിയാനാകുന്നില്ല. അത്രയ്ക്ക് മോശമായിരുന്നു വീണ കിടന്നിരുന്ന പലരുടെയും അവസ്ഥ. അയാൾക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി. എങ്കിലും അയാൾക്ക് തന്റെ അഹങ്കാരം വെടിയാൻ തോന്നിയില്ല. കാളിദാസൻ ധൈര്യം സംഭരിച്ച് വിളിച്ചു പറഞ്ഞു, നീ അത്രയ്ക്കായോ? എന്റെ ആൾക്കാരുടെ മേൽ കൈവയ്ക്കാൻ മാത്രം ധൈര്യം ഉണ്ടോ നിനക്ക്? നിന്നെ ഞാൻ... അയാൾ വെറുതെ അവന്റെ നേർക്ക് പുലമ്പി. നീ എന്ത് ചെയ്യും? കണ്ടല്ലോ, എനിക്കെതിരെ തിരിഞ്ഞവന്മാരുടെയൊക്കെ ഗതി. ഇത് തന്നെ ആയിരിക്കും നിന്റെയും അവസ്ഥ. അനന്തൻ അയാൾക്ക് നേരെ വിരൽ ചൂണ്ടി പറഞ്ഞു. ഇവരൊക്കെ പാവങ്ങള്. ഇവരെ തോൽപ്പിക്കാൻ അത്ര സാമർത്ഥ്യത്തിന്റെ ഒന്നും ആവശ്യമില്ല. നിനക്ക് പറ്റുമെങ്കിൽ ഞാൻ പറയുന്നവരോട് ഏറ്റുമുട്ടി നോക്ക്. സമർത്ഥനായ ഒരു എതിരാളിയെ കണ്ട നിന്റെ മുട്ടിടിക്കും ചെക്ക, അയാൾ വിളിച്ചു പറഞ്ഞു. നീ ആരെ വേണമെങ്കിലും വിളിച്ചു വരുത്തറ, ഞാൻ കാത്തിരിക്കാം. ഇന്ന് നിന്റെ അഹങ്കാരം തീർത്തിട്ടേ ഞാൻ എന്റെ അനിയത്തെയും കൊണ്ട് ഇവിടുന്ന് പോകുന്നുള്ളൂ. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ ഒരുത്തനും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരാൻ പാടില്ല. ഇന്ന് തീർത്തേക്കാം എല്ലാത്തിന്റെയും കണക്ക്. അനന്തൻ അത് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന സോഫയിലേക്കിരുന്നു. കാളിദാസൻ തന്റെ ഫോൺ എടുത്ത് വെപ്രാളപ്പെട്ടുകൊണ്ട് ആരുടെയോ നമ്പർ ഡയൽ ചെയ്തു. ഹലോ നടേശ, നീ ഒന്ന് ഇവിടെ വരെ വരണം. ആ അതെ, ബാറിലേക്ക് തന്നെ. അത്യാവശ്യ, ഇപ്പൊ തന്നെ വാ, കാളിദാസൻ ഫോണിലൂടെ പറഞ്ഞു. ഈ സമയം പുറത്തു പോയിരുന്ന മാനേജർ മൂർത്തി അവിടേക്ക് കയറി വന്ന് കണ്ടത് അനന്തൻ അടിച്ചു നിലംപരിശാക്കിയിട്ടിരിക്കുന്ന ആ ആളുകളെയാണ്. ഇത്രയും ചെയ്തിട്ടും ഒരു പോറൽ പോലും ഏൽക്കാതെ സോഫയിൽ ഇരിക്കുന്ന അനന്തനെ കണ്ട് അയാൾ അതിശയിച്ചു. നീയാണോ ഇവരെയൊക്കെ തല്ലിയേ? ഇവരൊക്കെ ആരാന്ന്? നീ ഇതിനനുഭവിക്കും, അയാൾ ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞു. അതെ, ഞാനാണ് ഇവരെല്ലാം ഈ അവസ്ഥയിലാക്കിയത്. ഞാൻ തന്നെയാണ്. ഇവരുടെയൊക്കെ കണക്ക് ഞാൻ തീർത്തു കഴിഞ്ഞു. ഇനി തനിക്ക് എന്തെങ്കിലും കണക്ക് ബാക്കിയുണ്ടെങ്കിൽ വന്നോളൂ. അനന്തൻ അതും പറഞ്ഞ് സോഫയിൽ ഞെളിഞ്ഞിരുന്നു. അനന്തന്റെ ഭാവം കണ്ട മൂർത്തി ഭയചകിതനാവുകയും അരുന്ധതിയെ വിളിച്ചുകൊണ്ടുവരാൻ ആളെ വിടുകയും ചെയ്തു. ഈ സമയം കൊണ്ട് കാളിദാസൻ തന്റെ ഫോൺ സംഭാഷണം അവസാനിപ്പിച്ച് തിരികെ വന്നു. അയാൾ ഇത്ര നേരവും മാറി നിന്ന് ഫോണിലൂടെ വീരഭദ്രനോട് കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. മൂർത്തി തിരികെ വന്നത് കണ്ട കാളിദാസന് കുറച്ച് ധൈര്യം കൈവന്നു. അയാൾ പറഞ്ഞു, നീ കരുതിയിരുന്നോ? നിനക്കുള്ള പണി ഞാൻ നൽകിയിരിക്കും. ഇവിടെ നിന്നും നീ 2 കാലിലും നടന്ന് തിരികെ പോകില്ല. അനന്തന്റെ കണ്ണുകൾ അവിടെ മേശമേൽ ഭംഗിയോടെ അലങ്കരിച്ച് നിരത്തി വെച്ചിരുന്ന വെള്ളാരം കല്ലുകളിലേക്ക് തിരിഞ്ഞു. അവൻ ആ കല്ലുകളിൽ ഒന്നെടുത്ത് കയ്യിൽ മുറുകെ പിടിച്ച് എന്തോ ജപിച്ചുകൊണ്ട് കാളിദാസന്റെ കാൽമുട്ടിലേക്ക് ഉന്നം വെച്ചെറിഞ്ഞു. ആദിശേഷന്റെ അവതാരമായ അനന്തന്റെ ക്രോധം ഒരു ചെറു കല്ലിനോളം പോലും താങ്ങാൻ നിസാരനായ കാളിദാസന് കഴിയില്ലല്ലോ. അയാൾ മുട്ടിന്റെ ചിരട്ട പൊട്ടിയതുപോലെ നിലവിളിച്ചുകൊണ്ട് നിലത്തേക്കിരുന്നു. ഈ സമയം അരുന്ധതി അവിടേക്ക് കയറി വന്നു. ആ മുറിയിലെ കോലാഹലങ്ങളും അവിടുത്തെ അവസ്ഥയും കണ്ട അരുന്ധതി വളരെയധികം പരിഭ്രമിച്ചു. അനന്തേട്ടാ, ഇവർക്കൊക്കെ എന്താ പറ്റിയ? ഏട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ? അരുന്ധതിയുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. അനന്തന് മനസ്സിലായി, അവളുടെ മനസ്സിൽ താൻ ഇപ്പോഴും അവളുടെ സുഖമില്ലാത്ത ഏട്ടനാണെന്ന്. 2 വർഷത്തിലേറെയായി അവൾ ഒരാപത്തും വരാതെ പരിപാലിച്ച അവളുടെ പാവമേട്ടൻ, കൊട്ടിപ്പെണ്ണ്. അനന്തൻ മനസ്സിൽ കരുതി, മോള് പേടിക്കണ്ട, ഇതൊക്കെ ചുമ്മാ. ഒരുത്തനും എന്റെ മോളെ ഇനി ഒരു നോട്ടം കൊണ്ട് പോലും ദ്രോഹിക്കരുത്, അതെനിക്ക് നിർബന്ധം. അനന്തൻ അവളുടെ കവിളിൽ പിടിച്ചുകൊണ്ട് അത് പറയുമ്പോഴും അവളുടെ പേടി വിട്ടു മാറിയിരുന്നില്ല. അവൾ കാളിദാസനോട് അപേക്ഷിച്ചു, എന്റെ ഏട്ടനൊന്നും ചെയ്യില്ല, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, പ്ലീസ് ഒന്നും ചെയ്യരുത്. അരുന്ധതി ഭയത്തോടെ അപേക്ഷിച്ചു.
കാളിദാസൻ തന്റെ കാൽമുട്ടിലെ വേദന താങ്ങാനാവാതെ അരുന്ധതിയെ പകയോടെ നോക്കി. കാളിദാസന്റെ ഭാവം കണ്ട വർഷയാണ് സംസാരിച്ചത്. നിനക്ക് കണ്ണ് കാണില്ലേ? നീ നോക്ക്, ഇയാളുടെ തല ബിയർ ബോട്ടിൽ കൊണ്ട് അടിച്ച് തകർത്തിരിക്കുവോ നിന്റെ ഏട്ടൻ. വധശ്രമം തന്നെയാ നടന്നിരിക്കുന്നത്. ബാക്കിയുള്ളവരെയൊക്കെ നോക്കിയേ, ഇയാളുടെ താടിയല് പൊട്ടിയിട്ടുണ്ട്. പിന്നെ ഇയാള് കണ്ടില്ലേ ശ്വാസം എടുക്കാൻ പാടുപെടുന്നത്. നിന്റെ ചേട്ടൻ നെഞ്ചിലിട്ട് ആഞ്ഞൊരു ചവിട്ട് കൊടുത്തതാ. ഇതൊന്നും പോരാഞ്ഞിട്ട് മുതലാളിയും ഉപദ്രവിച്ചിരിക്കുന്നു. ഇതൊക്കെ നിന്റെ ഈ കള്ളക്കണ്ണീരും ക്ഷമ പറച്ചിലും കൊണ്ട് തീരുമെന്ന് തോന്നുന്നുണ്ടോ? നിന്റെ ഏട്ടൻ ഇനി ഇവിടുന്ന് ജീവനോടെ പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, വർഷ പറഞ്ഞു. വർഷ ഇത്രയും പറഞ്ഞതിന്റെ ഫലമായി അരുന്ധതി നല്ലതുപോലെ ഭയന്നിട്ടുണ്ട് എന്ന് അവളെ കണ്ടാൽ തന്നെ അറിയാം. വെറുതെ ഈ പെങ്കൊച്ചിനെ കൂടി നീ പ്രശ്നത്തിലാക്കിയാലോടാ. ഇതിപ്പോ കേസെങ്ങാനും ആയാലേ അത് ഒതുക്കി തീർക്കാൻ എത്ര പണാവുന്ന. നിനക്ക് രക്ഷപ്പെടാൻ വേണമെങ്കിൽ ഒരവസരം കൂടി തരാം. ചെയ്ത തെറ്റ് മനസ്സിലാക്കി മുതലാളിയുടെ കാൽക്കൽ വീണ് മാപ്പ് പറ. അങ്ങനെയാണെങ്കിൽ നിനക്ക് ഇവിടെ നിന്ന് വലിയ കേടുപാടുകളൊന്നും ഇല്ലാതെ പോവാം. നിന്റെ അനിയത്തി ജോലി കഴിഞ്ഞ് വീട്ടിലും എത്തിക്കോളും. വേഗം മുതലാളിയുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞിട്ട് ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്ക്. ഈ സ്ഥലം വളരെ മോശ, മൂർത്തി അനന്തനോട് പറഞ്ഞു. മനസ്സിലായി? ഈ സ്ഥലം എത്രത്തോളം പെശകാണെന്നും പ്രശ്നമാണെന്നൊക്കെ ഇപ്പൊ മനസ്സിലായി. നിന്റെയൊക്കെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായടാ. നിങ്ങളെപ്പോലെ വെറും വൃത്തികെട്ട ആഭാസന്മാര് കുടിച്ച് കൂത്താടി നടക്കുന്ന ഇടം, അതാണ് ഇവിടം. അനന്തന്റെ സ്വരത്തിൽ ദേഷ്യവും പുച്ഛവും കലർന്നിട്ടുണ്ടായിരുന്നു. അനന്തൻ അത് പറഞ്ഞു തീരുന്നതിന് മുൻപേ താഴെ നിന്നും കുറച്ചുപേർ പടവുകൾ കയറി വരുന്നതിന്റെ കാലടി ശബ്ദം കേട്ടു. പൊടുന്നനെ അവർ വാതിൽ തുറന്ന് കാളിദാസന്റെ മുറിയിലേക്ക് കയറി വന്നു. അവരെ കണ്ട പാടെ പേടിച്ചു വിറച്ച് അരുന്ധതി അനന്തന് പുറകിൽ പതിഞ്ഞു. ആരായിരിക്കും ആ വന്നത്? അവരെ കണ്ട് എന്തിനായിരിക്കും അരുന്ധതി പരുങ്ങിയത്? അരുന്ധതി അനന്തന്റെ സാമർഥ്യം തിരിച്ചറിയുമോ? അധ്യായം 14. അനന്തൻ പറഞ്ഞു തീരുന്നതിന് മുൻപേ താഴെ നിന്നും കുറച്ചുപേർ വാതിൽ തുറന്ന് കാളിദാസന്റെ മുറിയിലേക്ക് കയറി വന്നു. അവരെ കണ്ടപാടെ പേടിച്ചു വിറച്ച് അരുന്ധതി അനന്തന് പുറകിൽ പതിഞ്ഞു. കാളിദാസൻ വിളിച്ചതനുസരിച്ച് വന്ന നടേശനും കൂട്ടരുമായിരുന്നു അത്. നടേശ, തല്ലി കൊല്ലട ഇവനെ. ഈ അഹങ്കാരിയെ വെറുതെ വിടരുത്. അവൻ ഇവിടെ നിന്നും ജീവനോടെ പോകരുത്. കാളിദാസൻ അടങ്ങാത്ത പകയോടെ വിളിച്ചു പറഞ്ഞു. നടേശൻ ചുറ്റിനും നോക്കി. അവിടെ മരണത്തോട് മല്ലിട്ടുകൊണ്ട് കിടക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ. ഇത്രയും ചെയ്തിട്ടും ഒരു പോറൽ പോലും ഏൽക്കാതെ ആരെയും കൂസാതെ നിൽക്കുന്ന അനന്തൻ. ഈ ചെറിയ പയ്യനാണോ ഇത്രയും ചെയ്തതെന്ന് നടേശൻ സംശയിച്ചു. കാളിദാസൻ മുതലാളിയും അദ്ദേഹത്തിന്റെ ആളുകളെയും കൈവയ്ക്കാൻ മാത്രം വാൾന്നോടാ നീ പീറച്ചക്ക. നടേശൻ അനന്തന്റെ മുഖത്തിന് നേർ കിടിക്കാനായി ഓങ്ങിയതും അനന്തൻ നിസാരമായി അയാളുടെ കൈ തടഞ്ഞു. അരുന്ധതി കണ്ണിറുക്കി അടച്ചു നിൽക്കുകയാണ്. അയാളുടെ ഒത്ത ശരീരം കണ്ടാൽ അറിയാം ആർക്കും പെട്ടെന്ന് തല്ലി തോൽപ്പിക്കാൻ പറ്റുന്ന തരം ദേഹമല്ലെന്ന്. ഉരുക്കുപോലെ തോന്നിപ്പിക്കുന്ന ആ കൈ തന്റെ ഏട്ടന്റെ മുഖത്ത് പതിക്കുന്നതിനെ പറ്റി അവൾക്ക് സങ്കല്പിക്കാൻ പോലും ഭയം തോന്നി. അനന്തൻ തന്റെ കൈ കൊണ്ട് അയാളുടെ കൈപ്പത്തി വളച്ചൊടിച്ചു. കുറച്ചു സമയത്തിനകം തന്നെ നടേശന്റെ എല്ലുകൾ നുറുങ്ങുന്ന ശബ്ദം അവിടെ നിന്നവരെല്ലാം കേട്ടു. അയാൾക്കൊപ്പം വന്ന വീരശൂര പരാക്രമികളൊക്കെയും അനന്തന്റെ കൈകൾ ചലിക്കുന്നതിനോടൊപ്പം വായുവിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുകയാണ്. ഏറ്റവും ഒടുവിൽ നിലത്ത് കിടക്കുന്ന നടേശന്റെ കൈമുട്ടിൽ അനന്തൻ തന്റെ കാലിന്റെ പെരുവിരൽ കൊണ്ട് അമർത്തിയതും അയാളുടെ കൈമുട്ട് പൊട്ടി രക്തം പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. അനന്തൻ ചെറുതായി ഒന്ന് സ്പർശിച്ചതേയുള്ളൂ നടേശന്റെ വലതു കൈയിൽ. നടേശൻ തന്റെ കൈക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയാൻ വേണ്ടി വലതു കൈ ഉയർത്തി നോക്കിയതും ആ കൈയിലെ എല്ലുകൾ നുറുങ്ങുന്ന ശബ്ദം കേട്ടു. ഒപ്പം വേദന കൊണ്ട് അയാൾ അലറി. ആ വേദനയിലും നടേശനും കണ്ടുകൊണ്ട് നിന്ന കാളിദാസനും മറ്റുള്ളവരും അതിശയപ്പെട്ടു. തങ്ങൾക്ക് ആർക്കും അറിയാത്ത എന്ത് വിദ്യയാണ് അനന്തൻ ഈ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു മായാജാലം പോലെ. കൈ തകർന്നിട്ടും അഹങ്കാരം കുറയാത്ത നടേശൻ വേദന കടിച്ചമർത്തിക്കൊണ്ട് അനന്തനെ നോക്കി വെല്ലുവിളിച്ചു. നിന്നെ ഞാൻ ഇല്ലാതാക്കൂടാ. അയാൾ വയ്യാത്ത കൈ താങ്ങി പിടിച്ചുകൊണ്ട് അനന്തനെ ചവിട്ടാൻ വന്നു. 2 ചുവട് പിന്നിലോട്ട് മാറി
തനിക്ക് നേരെ ഉയർന്ന നടേശന്റെ കാലിൽ പിടിച്ച് കറക്കി ചുമരിലേക്ക് എറിഞ്ഞു. അനന്തന്റെ ഏറിന്റെ ശക്തിയാൽ ആ ചുമരിലെ കുറെ ഭാഗം ഇടിഞ്ഞു വീഴുകയും നടേശൻ നിസ്സഹായനായി ആ ചുമരിൽ തറഞ്ഞു നിൽക്കുകയും ചെയ്തു. ഒരു കാലും നടുവും തലയും ചുമരിൽ പതിഞ്ഞാണ് അയാളുടെ നിൽപ്പ്. വലം കാൽ പൂർണ്ണമായും ചുമരിനുള്ളിലാണ്. ഒന്ന് അനങ്ങാൻ പോലും കഴിയാതെ അങ്ങനെ നിൽക്കുന്ന അവന്റെ വായിലൂടെ രക്തം ഒഴുകാൻ തുടങ്ങി. ഇനി ആർക്കെങ്കിലും എന്നോട് ഏറ്റുമുട്ടാൻ ധൈര്യം ബാക്കിയുണ്ടോടാ? ഉണ്ടെങ്കിൽ വാ. അനന്തൻ വിളിച്ചു പറയുന്നത് കേട്ട് നടേശന്റെ ഒപ്പം വന്നവന്മാർ പിൻവലിയുകയാണ് ചെയ്തത്. നടേശന്റെ അവസ്ഥ കണ്ട് അവരുടെ ഉള്ള ധൈര്യം കൂടി ചോർന്നു പോയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടു നിന്ന വർഷ അനന്തനെ തടയാൻ ശ്രമിച്ചു. അവർ ആ നിൽക്കുന്ന ബാർ അന്നാട്ടിലെ വലിയ പ്രമാണിയായ പരമേശ്വരൻ നായരുടേതായിരുന്നു. അവൾ അയാളുടെ പേര് പറഞ്ഞാണ് അനന്തനെ തടയാൻ ശ്രമിച്ചത്. എന്താ ഇതൊക്കെ? ഇവരൊക്കെ വലിയ ആൾക്കാരല്ലേ? എന്തിനാ ഇങ്ങനെയുള്ളവരൊക്കെ പിണക്കാൻ പോകുന്നത്? ഈ ബാർ ആരുടേതാണെന്ന് നിനക്കറിയോ? പരമേശ്വരൻ സാറിന്റെ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രമാണിമാരിൽ ഒരാളാണ് അദ്ദേഹം. അവരൊക്കെ ഒരു നേരം കഴിക്കുന്ന ആഹാരത്തിന്റെ വില കൊടുക്കണമെങ്കിലും നിങ്ങളൊക്കെ ഒരു മാസത്തിലധികം പണിയെടുക്കണം. ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് എന്തിനാ വെറുതെ ആവശ്യമില്ലാതെ പ്രമാണിമാരുടെ ശത്രുത വിലക്കെടുക്കുന്നത്? ഇവിടുന്ന് പുറത്തിറങ്ങി അവർ നിങ്ങൾ വെറുതെ വിടുന്നു തോന്നുന്നുണ്ടോ? ഒരു കാര്യം പറഞ്ഞുതരാം. ഈ നാട്ടിൽ പണമുള്ളവർ തന്നെയാ രാജാവ്. നിയമം പോലും അവർക്ക് അനുകൂലമായി വരും. നിങ്ങളുടെ ഈ അനിയത്തിയെ കൂടി കൊലയ്ക്ക് കൊടുക്കാനുള്ള പരിപാടിയാണ് ഇപ്പോ ഈ ചെയ്തു വെച്ചിരിക്കുന്നത്. വർഷയുടെ സംസാരം അതിര് കടക്കുന്നത് കണ്ട അനന്തൻ അവളെ നോക്കി ദഹിപ്പിച്ചു. എന്താ ഇങ്ങനെ നോക്കി കണ്ണുരുട്ടുന്നേ? എന്നെ തലടും തോന്നുന്നുണ്ടോ? സ്ത്രീകളോടും ഗുണ്ടായസം കാണിക്കാൻ മാത്രം അതപ്പതിച്ചോ നിങ്ങള്? ഞാൻ പറഞ്ഞു കേട്ട അരുന്ധതിയുടെ പ്രിയപ്പെട്ട അനന്തേട്ടൻ ഒരു പെൺകുട്ടിയുടെ മേലും കൈവയ്ക്കുന്നവനല്ല. വർഷ അനന്തൻ തന്നെ ഒന്നും ചെയ്യില്ലെന്ന അമിതമായ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. നീ നിർത്തിക്കോ, അതാ നിനക്ക് നല്ലത്. സ്ത്രീകളുടെ മേൽ ഞാൻ കൈവെക്കില്ല എന്ന ധാരണയിലാണ് നീ ഇങ്ങനെ അധിക പ്രസംഗം നടത്തുന്നതെങ്കിലേ ആ ധാരണ ഞാൻ ഇപ്പൊ തന്നെ മാറ്റിത്തരാം. വേണോ? അനന്തൻ ദേഷ്യം കടിച്ചമർത്തി അവൾക്ക് സൂചന നൽകി. നിങ്ങൾ എന്ത് ചെയ്യുന്ന? ഒരു പുല്ലും ചെയ്യില്ല. അവൾ അവന്റെ നേരെ കൈ ചൂണ്ടിയതും അവന്റെ കൈ വായുവിലൂടെ ഒന്ന് ഉയർന്നു താഴ്ന്നു. വർഷ തന്റെ കവിൾ പൊത്തിപ്പിടിച്ച് നിലത്തേക്ക് വീഴുകയും ചെയ്തു. അരുന്ധതി പിന്നീട് കണ്ടത് നിമിഷ നേരം കൊണ്ട് നീര് വന്ന് വീർത്ത മുഖവും പൊത്തിപ്പിടിച്ച് നിലവിളിക്കാൻ പോലും കഴിയാതെ നിലത്ത് കിടന്ന് പുളയുന്ന വർഷയെയുമാണ്. താടിയെല്ലിനും മോണയ്ക്കുമൊക്കെ ക്ഷതമേറ്റതിനാൽ ഒന്ന് ഉറക്കെ നിലവിളിക്കാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല. അരുന്ധതി വല്ലാതെ ഭയന്നാണ് നിൽക്കുന്നത്. ഒന്നാമതായി തന്റെ സഹോദരനെ ഇത്രയും ക്രോധത്തിൽ അവൾ ഇതുവരെ കണ്ടിട്ടില്ല. രണ്ടാമത് വർഷയെ തല്ലിയ കാര്യം, അത് അവൾക്ക് തീരെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അനന്തേട്ടൻ തന്റെ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയെ അടിച്ച് ഈ അവസ്ഥയിലാക്കുക എന്ന് പറഞ്ഞാൽ മുന്നിൽ നടക്കുന്ന കാര്യങ്ങൾ സത്യമോ മിഥ്യയോ എന്ന് തിരിച്ചറിയാൻ പോലും കഴിയാതെ അവൾ അവിടെ ചലനമറ്റു നിന്നു. പെട്ടെന്നാണ് അവൾക്ക് മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. ഈ ബാറിന്റെ ഉടമ പരമേശ്വരൻ സാർ. വർഷ പറഞ്ഞത് സത്യമാണ്. കോടതിയെ പോലും വിലയ്ക്ക് വാങ്ങിയേക്കാം അദ്ദേഹം. തന്റെ ഏട്ടനോട് അദ്ദേഹം ക്ഷമിച്ചില്ലെങ്കിൽ തങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം വളരെയധികം ക്ലേശകരം തന്നെ ആയി തീരുമെന്നത് അരുന്ധതിക്കും അറിവുള്ള കാര്യം തന്നെയാണ്. ഏട്ടൻ മതി, നമുക്ക് ഇവിടുന്ന് പോവാം, അവൾ ഭയത്തോടെ അനന്തനോട് പറഞ്ഞു. നീ ഇങ്ങനെ വിറയ്ക്കല്ലേ? നിനക്കെന്താ, നിന്റെ അനന്തേട്ടനെ വിശ്വാസമില്ലേ? ധൈര്യമായിട്ടിരിക്കെ. അനന്തൻ അവളെ സമാധാനിപ്പിച്ചു. അപ്പോഴേക്കും ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ ആരോ വിളിച്ചറിയിച്ചതനുസരിച്ച് പരമേശ്വരൻ നായർ അവിടേക്ക് വന്നു. അയാളെ കണ്ടതും അവിടെ എഴുന്നേൽക്കാൻ ശേഷി ബാക്കിയുള്ള ജോലിക്കാരെല്ലാവരും അയാളുടെ അടുക്കൽ ചെന്ന് ബഹുമാനത്തോടെ വണങ്ങി. പരമേശ്വരൻ നായർ കാഴ്ചയിൽ ഒരു സാധു മനുഷ്യനായിരുന്നുവെങ്കിലും എല്ലാവരും പറഞ്ഞു കേട്ടതനുസരിച്ച് അനന്തൻ അയാളുടെ പുറം മോടിയിൽ വിശ്വസിക്കാൻ ഒരുങ്ങിയില്ല. മുണ്ടും ഷർട്ടുമായിരുന്നു അയാളുടെ വേഷം. ഒരു കൂളിംഗ് ഗ്ലാസ് മടക്കി ഷർട്ടിന്റെ പോക്കറ്റിൽ വെച്ചിട്ടുണ്ട്. മുഖത്ത് ശാന്തഭാവമാണ്. ആളെ കണ്ടാൽ ഇവര് പറഞ്ഞതുപോലെ കടിച്ചു കീറുന്ന സ്വഭാവമാണെന്നൊന്നും പറയില്ല. എന്നാലും കള്ളു കച്ചവടം തന്നെയല്ലേ തൊഴിൽ. അത്രയൊക്കെ നന്മയും നിലവാരവും പ്രതീക്ഷിച്ചാൽ മതി, അനന്തൻ മനസ്സിൽ കരുതി. പരമേശ്വരനെ കണ്ടതും മാനേജർ മൂർത്തിയും ഓടി വന്ന് അയാളെ വണങ്ങി. ആ മുറിയിലെ അവസ്ഥ കണ്ട് അയാൾ മൂർത്തിയെ ചോദ്യ രൂപേണ ഒന്ന് നോക്കിയതും അവിടെ സംഭവിച്ചതൊക്കെയും മൂർത്തി പരമേശ്വരന് വിവരിച്ചു കൊടുത്തു. കാലനക്കാൻ വയ്യാതെ പുളഞ്ഞുകൊണ്ട് സോഫയിലിരുന്ന കാളിദാസനും
പരമേശ്വരനെ കണ്ട ബഹുമാനത്തിൽ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പരമേശ്വരന്റെ ഒപ്പം മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. പക്ഷെ അയാൾ അകത്തേക്ക് കയറിയതും ജോലിക്കാരൊക്കെ കൂടി അയാൾക്ക് ചുറ്റും കൂടിയതിനാൽ പിന്നാലെ മുറിയിലേക്ക് കയറിയ ആളിന്റെ മുഖം അനന്തന് വ്യക്തമാകുന്നില്ലായിരുന്നു. എന്നാലും ഇതാരായിരിക്കും പുതിയ ആൾ എന്നാലോചിച്ചുകൊണ്ട് അനന്തൻ ഒന്ന് എത്തി നോക്കുമ്പോഴാണ് അയാളുടെ മുഖം അവൻ നേരെ കാണുന്നത്. ആളെ മനസ്സിലായതും അനന്തന്റെ ചുണ്ടുകൾ മെല്ലെ മന്ത്രിച്ചു. നാഗേന്ദ്ര, നിങ്ങളോ? പല്ലവിയുടെ മാനേജർ നാഗേന്ദ്രൻ ഇവരുടെ കൂട്ടത്തിൽ എങ്ങനെ എത്തി എന്നതായി പിന്നീട് അവന്റെ ചിന്ത. പരമേശ്വരനും നാഗേന്ദ്രനും എത്തിയ സ്ഥിതിക്ക് രണ്ടാളും കൂടി അനന്തനെതിരെ തിരിയുമെന്ന് കരുതിയ കാളിദാസനും മൂർത്തിയും വർഷയും എല്ലാം നാഗേന്ദ്രന്റെ മുഖത്തെ ഭാവം കണ്ട് പരസ്പരം നോക്കി. അനന്ത, മോൻ ഇവിടെ എങ്ങനെ എത്തി? എന്താ പ്രശ്നം? തികഞ്ഞ ഭവ്യതയോടെ നാഗേന്ദ്രൻ ചോദിക്കുന്നത് കേട്ട് ബാക്കിയുള്ളവരൊക്കെ ഒന്നും മനസ്സിലാകാതെ നിന്നു. അവരെ സംബന്ധിച്ച് ഭാർഗവ ബിസിനസിന്റെ മാനേജറായ സകല അധോലോക നായകന്മാരെയും കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്ന നാഗേന്ദ്രൻ അനന്തനെ പോലെ തീരെ ചെറുപ്പമായ പാവപ്പെട്ട ഒരു പയ്യനോട് ഇത്രയും ബഹുമാനം കാണിക്കേണ്ട യാതൊരു ആവശ്യവും ഉണ്ടെന്ന് അവിടെയുള്ളവർക്ക് തോന്നിയില്ല. പക്ഷേ നാഗേന്ദ്രനെ സംബന്ധിച്ച് അവരുടെ ബദ്ധശത്രുവായ കൈമളിന്റെ കൈവെട്ടിയ വീരനാണ് അനന്തൻ. മാത്രമല്ല തങ്ങളുടെ മേൽ ശത്രുക്കൾ ചെയ്ത ദുഷ്കർമ്മങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തിയവൻ കൂടിയാണ്. ദൈവത്തിന്റെ സ്ഥാനത്താണ് ഇപ്പോൾ അനന്തൻ അയാൾക്ക്. ഇവിടെ വെറും നാണമില്ലാത്ത ചതിയന്മാരുടെ ലോകമാണ് സർ. പന്നിക്കൂട്ടങ്ങൾ താമസിക്കുന്നിടം ഇതിലും ഭേദമാണ്. ഇവർ ചെയ്ത പ്രവൃത്തി എന്താണെന്നറിയോ? എന്റെ പെങ്ങളുടെ നിസ്സഹായ അവസ്ഥ ചൂഷണം ചെയ്യാനുള്ള പദ്ധതി ഉണ്ടാക്കായിരുന്നു ഇവര്. വെറും 16 വയസ്സ് മാത്രമേ ഉള്ളൂ എന്റെ അനിയത്തിക്ക്. അവളെ ചതിക്കാൻ ശ്രമിച്ച് ഇവരെ ഞാൻ എന്താ ചെയ്യണ്ടേ? നെറികെട്ടവന്മാര്. അനന്തൻ രോഷാകുലനായി. ഏയ്, എന്താ ഈ പറയുന്നേ? അങ്ങനെ ഒന്നും സംഭവിക്കില്ല. നാഗേന്ദ്രൻ കേട്ടത് ഉൾക്കൊള്ളാൻ വയ്യാതെ പറഞ്ഞു. അനന്തന്റെ ദേഷ്യവും അവിടെ കൂടി നിൽക്കുന്നവരുടെ മുഖഭാവവും കണ്ട നാഗേന്ദ്രന് അനന്തൻ പറയുന്നതാണ് സത്യം എന്ന് മനസ്സിലായി. നാഗേന്ദ്രൻ പരമേശ്വരന്റെ ഒപ്പം ഉണ്ടായിരുന്ന സമയത്താണ് കാളിദാസൻ അയാളെ വിളിക്കുന്നത്. അവരുടെ സംസാരത്തിനിടെ അനന്തന്റെ പേര് കേൾക്കുകയും നടന്ന സംഭവങ്ങളൊക്കെ അറിയുകയും ചെയ്തപ്പോൾ നാഗേന്ദ്രന് സംശയം തോന്നി. ഇത് തങ്ങളെ രക്ഷിച്ച അതേ അനന്തനാകില്ലേ എന്ന്. അവന് മാത്രമേ ഇവർക്കെതിരെ ഇത്രയധികമൊക്കെ ചെയ്യാൻ പറ്റൂവെന്ന് നാഗേന്ദ്രൻ അറിയാം. അങ്ങനെയാണ് പരമേശ്വരന്റെ ഒപ്പം ഞാനും ഉണ്ടെന്ന് പറഞ്ഞ് അയാളും ഇവിടേക്ക് തിരിച്ചത്. അനന്തനെ സഹായിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അയാൾ ഇറങ്ങി പുറപ്പെട്ടത്. നാഗേന്ദ്രൻ അടങ്ങാത്ത കോപത്തോടെ വീണ് കിടക്കുന്ന നടേശന്റെ കാലിൽ ആഞ്ഞു ചവിട്ടി. നീയൊക്കെ എന്താടാ വിചാരിച്ചത്? അനന്തന്റെ ദേഹത്ത് കൈവച്ച നിന്നെയൊന്നും ഇനി ജീവിക്കാൻ അനുവദിക്കില്ല ഞങ്ങള്. അനന്തന്റെ മുന്നിൽ എല്ലാവരും മുട്ടുകുത്തിയിരിക്കടാ, മാപ്പ് ചോദിക്കാൻ നാഗേന്ദ്രൻ ആജ്ഞാപിച്ചു. എല്ലാവരും തെല്ലും സമയം കളയാതെ നാഗേന്ദ്രൻ പറഞ്ഞതനുസരിച്ചു. കാര്യങ്ങളുടെ പോക്ക് തങ്ങൾക്കെതിരാണെന്ന് മനസ്സിലായ നടേശൻ സ്വന്തം തടി കേടാവാതിരിക്കാൻ വേണ്ടി നാഗേന്ദ്രനോട് സംസാരിച്ചു. എന്റെ പൊന്നു നാഗേന്ദ്രൻ സാറ്, എനിക്ക് ഈ ചെക്കനുമായിട്ട് യാതൊരു ശത്രുതയുമില്ല. ഞാൻ ഇവന് മുൻപ് കണ്ടിട്ട് പോലുമില്ല. എന്നെ ഈ കാളിദാസൻ മുതലാളിയും മാനേജർ മൂർത്തിയും കൂടി വിളിച്ചു വരുത്തിയതാ. കാര്യം എന്താണെന്നറിയാതെയാ സാറേ ഞാൻ. എന്നെ വെറുതെ വിട്ടേക്ക്. നടേശൻ തൊഴുതു പറഞ്ഞു. കാളിദാസൻ ഈ സമയം വളരെയധികം വേദന കൊണ്ട് പുളയുകയായിരുന്നു. അതിനാൽ തന്നെ അയാൾക്കൊന്നും സംസാരിക്കാനായി കഴിഞ്ഞില്ല. പകരം മൂർത്തിയാണ് സംസാരിച്ചത്. നടേശൻ തന്റെ പേര് ചേർത്ത് പറയുന്നത് കേട്ട് അയാൾ ഭയന്നുപോയി. അയ്യോ നാഗേന്ദ്ര സാറേ, ഇല്ല ഇല്ല, എനിക്കും ഈ അനന്തനോട് ഒരു പ്രശ്നമില്ല. എല്ലാം ഈ കാളിദാസ മുതലാളി കാരണമാണെന്നേ. അദ്ദേഹത്തിന് വേണ്ടിയാ ഈ കണ്ട പുകലെല്ലാം ഉണ്ടായത്. അത്രയും സമയം പരമേശ്വരൻ ഒന്നും തന്നെ മിണ്ടിയിരുന്നില്ല. ബാറിൽ എന്തോ ചെറിയ തല്ലുകേസ് എന്ന് കരുതിയാണ് അയാൾ ഇവിടേക്ക് വന്നത്. പക്ഷേ ഇവിടെ നടക്കുന്നത് അയാൾ കരുതിയതിലും അപ്പുറമായിരുന്നു. നന്നെ കുപിതനായ പരമേശ്വരൻ അവിടെ വെച്ചിരുന്ന ഐസ് നിറഞ്ഞ ബക്കറ്റ് കയ്യിലെടുത്ത് അയാൾ തന്റെ ബാറിൽ ഇത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ അനന്തന് നേരെ അത് എറിയുമെന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ അതല്ല അവിടെ സംഭവിച്ചത്. അധ്യായം 15.
അനന്തന്റെ അനിയത്തിയെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചതിന്റെ പേരിലാണ് ഇത്രയും കോലാഹലങ്ങൾ ഉണ്ടായതെന്ന് മൂർത്തിയിൽ നിന്നും മനസ്സിലാക്കിയ പരമേശ്വരൻ കുപിതനായി അവിടെ ഇരുന്ന ഐസ് ബക്കറ്റ് മാനേജർ മൂർത്തിയുടെ തലയിലേക്ക് കമഴ്ത്തി. ശേഷം അയാളെ കലി തീരെ തല്ലി. നീയൊക്കെ കൂടി എന്റെ ബാറ് നശിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കാനോടാ. എന്റെ അഭാവത്തിൽ ഇവിടെ സംഘർഷം ഉണ്ടാവാതെ നോക്കേണ്ടതിന് പകരം നീയൊക്കെ എരുതിയിൽ എണ്ണ ഒഴിച്ച് രസിക്കുകയാണല്ലേ ചെയ്ത്. ഇവൻ ഈ കാളിദാസൻ ആ കുട്ടിയോട് മോശമായിട്ട് പെരുമാറാൻ പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിലേ അത് തടയേണ്ടിയിരുന്ന നീ ഇവിടെ ഇത്രയും ഭൂകമ്പങ്ങൾ സൃഷ്ടിച്ച് നോക്കി നിന്നല്ലേ. ആ കുട്ടിയെ പോകാൻ അനുവദിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ തുടക്കത്തിൽ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. പറയടാ. ഇങ്ങനെ ഓരോന്നായി ചോദിച്ചുകൊണ്ട് പരമേശ്വരൻ അയാളെ തലങ്ങും വിലങ്ങും തന്നെ. തല്ലുകൊണ്ട് അവശനായി പുളയുന്ന മൂർത്തിയുടെ മനസ്സിലൂടെ അന്നേരം പല ചിന്തകളും കടന്നുപോയി. എന്തിനായിരുന്നു താൻ കാളിദാസന്റെ പക്ഷം പിടിച്ചത്? മര്യാദയ്ക്ക് ആ പെണ്ണിനെ പോകാൻ വിട്ടിരുന്നെങ്കിൽ ജോലിയെങ്കിലും ബാക്കിയുണ്ടായിരുന്നേനെ. ആട്ടെ, തന്റെ മുതലാളി പോലും ബഹുമാനത്തോടെ പെരുമാറുന്ന ഈ ചെറുക്കൻ യഥാർത്ഥത്തിൽ ആരായിരിക്കും എന്നൊരു വലിയ ചോദ്യം കൂടി മൂർത്തിയുടെ മനസ്സിനെ അലട്ടി. നിലത്ത് കിടന്നുരുളുന്ന കാളിദാസന്റെ മുടിയിൽ പിടിച്ച് ഒരു ചത്ത മൃഗത്തിനെ എന്ന പോലെ വലിച്ചിഴച്ചു കൊണ്ടുവന്ന് നാഗേന്ദ്രൻ അനന്തന്റെ മുന്നിലേക്കിട്ടു. അനന്ത, നീ കരുതുന്നത് പോലെ ഇയാൾ എന്റെ ആരുമല്ല. ഫോണിലൂടെ അനന്തൻ എന്ന പേര് കേട്ടപ്പോ താനാണോ അതെന്ന് ഉറപ്പുവരുത്താനും ആണെങ്കിൽ ഒന്ന് സഹായിക്കാനും തന്നെയാണ് വന്നത്. താൻ തന്നെ പറയും, ഞാൻ ഈ നെറികെട്ടവന്മാരെ എന്താ ചെയ്യണ്ടേ? ഈ ഭൂമിന്ന് തന്നെ അപ്രത്യക്ഷമാക്കി തരണോ? ഒരു വാക്ക് പറഞ്ഞാ മതി, വെട്ടി നുറുക്കി ഒരു തെളിവും അവശേഷിക്കാത്ത തരത്തില് കടലിൽ കൊണ്ട് താഴ്ത്തിക്കൊള്ളാം. കാളിദാസനും മാനേജർ മൂർത്തിയും നടേശനും ഒക്കെ ഭയന്ന് വിറച്ചു. കാരണം നാഗേന്ദ്രൻ വെറും വാക്ക് പറയുന്നതല്ല എന്ന് അവർക്കറിയാമായിരുന്നു. മുൻപും പല ശത്രുക്കളെയും അയാൾ ഇപ്രകാരം കൊന്ന് കടലിൽ താഴ്ത്തിയിട്ടുള്ളതായി അവർ കേട്ടിട്ടുമുണ്ട്. അതിനാൽ തന്നെ മരണഭയം അവരിൽ എല്ലാവരിലും ഒരുപോലെ നിറഞ്ഞു. അഹങ്കാരം ശമിച്ച അവർ അനന്തന്റെ കാൽക്കൽ വീണു. അനന്ത, അനന്ത, മാപ്പ്, മാപ്പ്. ഞങ്ങൾ വെറുതെ വിടണം. ഇനി മേലിലും നിന്നെയോ നിന്റെ പെങ്ങളെയോ തേടി ഞങ്ങൾ നിങ്ങളുടെ സ്വസ്ഥമായ ജീവിതത്തിലേക്ക് ഒരിക്കലും വരില്ല. ഒരിക്കലും ഞങ്ങൾ ബുദ്ധിമുട്ടിപ്പിക്കാൻ വരില്ല. പ്ലീസ് അരുന്ധതി മോളെ ഒന്ന് പറയേട്ടനോട് ഞങ്ങൾ വെറുതെ വിടാൻ. കാളിദാസൻ കേണപേക്ഷിച്ചു. ആ മുറിയിൽ ഉണ്ടായിരുന്ന മറ്റുള്ളവരും ഇതൊന്നും തീരെ ഉൾക്കൊള്ളാൻ കഴിയാതെ നിൽക്കുകയാണ്. കാരണം ഈ കാളിദാസനും നടേശനും ഒന്നും ആരുടെയും മുന്നിൽ തല കുനിക്കുന്നത് അവിടെയുള്ളവരാരും ഇന്നോളം കണ്ടിട്ടില്ലാത്ത കാഴ്ചയാണ്. അത് മാത്രമല്ല, നാഗേന്ദ്രൻ പോലും ഇത്രയും അധികം വിനയത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറണമെങ്കിൽ ഈ നിൽക്കുന്ന അനന്തൻ സത്യത്തിൽ ആരാണ്? ഈ ചോദ്യമായിരുന്നു അവിടെയുള്ള എല്ലാവരുടെയും മനസ്സിൽ ഒരുപോലെ വന്നത്. കാളിദാസനെ കൊന്ന് കടലിൽ തള്ളാൻ തന്നെയായിരുന്നു അനന്തന്റെയും തീരുമാനം. നാഗേന്ദ്രനോട് അങ്ങനെ തന്നെ ചെയ്യാൻ പറയാനായി നാവെടുത്ത അനന്തൻ ഒരു നിമിഷം അറച്ചുപോയി. തന്റെ പിന്നിൽ പതുങ്ങി നിൽക്കുന്ന അരുന്ധതിയുടെ അവസ്ഥ കണ്ട അവന്റെ നെഞ്ചു വിങ്ങി. ഇപ്പോൾ തന്നെ അവൾ ഒത്തിരി ഭയാനകമായ കാഴ്ചകൾ കണ്ട് വിറയ്ക്കുകയാണ്. അവളുടെ മുന്നിൽ വെച്ച് താൻ ആരെയെങ്കിലും കൊല്ലാനുള്ള ഉത്തരവ് നൽകിയാൽ ജീവിതത്തിന്റെ ഭൂരിഭാഗവും കഷ്ടതകൾ മാത്രം അനുഭവിച്ചവൾക്ക് ഇനിയുള്ള കാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു ഷോക്കായി മാറുന്നത്. ഒന്ന് ചിന്തിച്ച ശേഷം അനന്തൻ സ്വയം നിയന്ത്രിക്കാൻ നിശ്ചയിച്ചു. അനന്തൻ വളരെയധികം ദേഷ്യത്തോടെ കാളിദാസന്റെ മുടിയിൽ പിടിച്ചു വലിച്ച് അയാളുടെ മുഖമുയർത്തി. ഇപ്പോൾ അയാളിൽ തെല്ലും അഹങ്കാരം അവശേഷിക്കുന്നില്ല. ഇരു കണ്ണുകളിലും യാചനയുടെ ഭാവം. പ്രാണഭയം ഒരു മനുഷ്യനെ എത്രത്തോളം തളർത്തുമെന്ന് അനന്തൻ അയാളിലൂടെ മനസ്സിലാക്കി. നോക്ക്, ഇനി എന്റെയോ എന്റെ അനിയത്തിയുടെയോ പിന്നാലെ നിന്റെ ആൾക്കാർ വന്ന പിന്നെ നീ ഒരു നിമിഷം പോലും ഭൂമിയിൽ ഉണ്ടാവില്ല. അരുന്ധതി നാളെ മുതൽ ഇവിടെ ജോലിക്ക് വരില്ല. അവൾ സ്കൂളിൽ പോകും, വൈകുന്നേരം വീട്ടിലേക്ക് വരും. ഈ സ്ഥലങ്ങളിലെല്ലാം അവൾ സുരക്ഷിതയായിരിക്കേണ്ടത് നിന്റെയൊക്കെ ആവശ്യമാണിനി. സ്കൂളിൽ വെച്ചോ സ്കൂളിന്റെ പുറത്ത് വെച്ചോ അവളെ ആര് ശല്യം ചെയ്താലും അതിന് നിന്റെ ആൾക്കാരല്ലെങ്കിൽ പോലും ഞാൻ ആദ്യം നിന്നെ തീർത്തിട്ടേ ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കാൻ പോലും നിൽക്കുള്ളൂ. എന്റെ അനിയത്തി സുരക്ഷിതയായിട്ടിരിക്കുന്ന കാലത്തോളം നിനക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാം. മനസ്സിലായോളാ? അനന്തൻ അയാളുടെ മുടിയിൽ ഇറുകെ പിടുത്തമിട്ടുകൊണ്ട് പറഞ്ഞു. നടേശനും മാനേജർ മൂർത്തിയും പരസ്പരം നോക്കി. ഇനി ഈ പെണ്ണിനെ വേറെ വല്ലവന്മാരും ശല്യം ചെയ്താലും ഇവൻ ഞങ്ങളെ കൊല്ലും എന്നാണോ പറയുന്നത്? ഇതെന്ത് ന്യായമാണ്? ഇതായിരുന്നു അവരുടെ എല്ലാം മനസ്സിലെ ചിന്ത. പക്ഷേ അനന്തൻ അവരെ ഒന്ന് നോക്കി ദഹിപ്പിച്ചപ്പോഴേക്കും അവർ ഭയത്തോടെ തലയാട്ടി.
നാഗേന്ദ്രൻ അവിടെ നിന്നിരുന്ന മറ്റു ജോലിക്കാർക്ക് നിർദ്ദേശം നൽകിയതും അവർ അവിടെയെല്ലാം വൃത്തിയാക്കി. പരമേശ്വരൻ നായർക്ക് അരുന്ധതി ജോലി ഉപേക്ഷിച്ചു പോകുന്നതിന് വിഷമമുണ്ടായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, അരുന്ധതിയുടെ സൗന്ദര്യം. സുന്ദരികളായ പെൺകുട്ടികളെയാണ് ഇതുപോലെ നൈറ്റ് ക്ലബ്ബുകളിൽ ജോലിക്ക് നിർത്തുക. അരുന്ധതിയെ പോലെ ഭംഗിയുള്ള പെൺകുട്ടികളെ അപൂർവമായി മാത്രമേ ലഭിക്കാറുള്ളൂ എന്ന് അയാൾക്കറിയാം. പല പെൺകുട്ടികളും ഇങ്ങനെയുള്ള ഇടങ്ങളിൽ ജോലിക്ക് വരാൻ മടിക്കുമല്ലോ. അയാൾ അരുന്ധതിയെ ഒരു പൊന്മുട്ടയിടുന്ന താറാവായിട്ടാണ് കണ്ടത്. പരമേശ്വരൻ അനന്തനോട് പറഞ്ഞു, ഞാൻ അനന്തനോട് ക്ഷമ ചോദിക്കുന്നു. എനിക്കറിയാം ഇന്നത്തെ ദിവസം നിനക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. ഇവരാരും എൻ്റെ ആൾക്കാരല്ല, വെറും കസ്റ്റമേഴ്സ്, അത്രേ ഉള്ളൂ എനിക്ക് അവരുമായിട്ടുള്ള ബന്ധം. അതുകൊണ്ട് എന്നോട് വിരോധമൊന്നും തോന്നരുത്. പിന്നെ എൻ്റെ സ്ഥാപനത്തിൽ വെച്ച് അനന്തനുണ്ടായ നഷ്ടത്തിന് എന്ത് പരിഹാരം വേണമെങ്കിലും ഞാൻ ചെയ്യും. മാത്രമല്ല, ഇനി മുതൽ അനന്തന് ഏത് രാത്രിയിലും ഇവിടെ നിന്നും എന്തും ഫ്രീ ആയി കഴിക്കാം. ഇവിടുത്തെ VIP പാസ് അനന്തന് ജീവിതകാലം മുഴുവൻ സ്വന്തമായിരിക്കും. അനന്തൻ എന്നും ഇവിടെ ഞങ്ങളുടെ പ്രീമിയം കസ്റ്റമർ ആയിരിക്കും. പരമേശ്വരന്റെ ഓഫർ എല്ലാം നിരസിച്ചുകൊണ്ടാണ് അനന്തൻ സംസാരിച്ചത്. എനിക്ക് ഇതിന്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. എന്റെ അനിയത്തി ഇവിടെ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്തിരുന്നു. അത് ഇന്നത്തോടെ നിർത്തുകയാണ്. അതിൽ താങ്കൾക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ? അനന്തന്റെ ചോദ്യത്തിൽ പരമേശ്വരൻ ഒന്ന് കുഴഞ്ഞു. ഹേയ്, എന്ത് വിരോധം? അരുന്ധതിയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. പിന്നെ എപ്പോഴെങ്കിലും ഇവിടെ ജോലി തുടരണമെന്ന് മോൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ഇവിടുത്തെ മാനേജർ സ്ഥാനത്തേക്കായിരിക്കും മോളെ ഞാൻ നിയമിക്കാൻ. പരമേശ്വരൻ ഒരു ചൂണ്ട എറിഞ്ഞതാണ്. കുറച്ചുകൂടെ നല്ല ജോലിയും ശമ്പളവും ലഭിക്കുമെന്നറിഞ്ഞാൽ അരുന്ധതി പോകില്ല എന്ന് അയാൾ കരുതി. കാരണം അവളുടെ പ്രാരാബ്ദങ്ങളെ കുറിച്ച് വർഷ പറഞ്ഞ അറിവ് അയാൾക്കുമുണ്ട്. പക്ഷെ അയാളുടെ പ്രതീക്ഷകൾ നശിപ്പിച്ചുകൊണ്ടാണ് അരുന്ധതി മറുപടി പറഞ്ഞത്. വേണ്ട സർ, ഞാനിനി ഇവിടേക്ക് വരുന്നില്ല. ജോലി നിർത്താൻ ഞാൻ. അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. എന്തു പറ്റി മോളെ? ഇന്നിവിടെ നടന്നതൊക്കെ കണ്ട് പേടിച്ചിട്ടാണോ? ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അത് ഞാൻ മോൾക്ക് ഉറപ്പ് തരാം. പരമേശ്വരൻ നായർ വീണ്ടും പറഞ്ഞു. നിങ്ങൾ എന്താ കളിക്കുകയാണോ? ആ കുട്ടിക്ക് താല്പര്യമില്ലെന്ന് ആദ്യമേ പറഞ്ഞില്ലേ? പിന്നെ എന്തിനാ വീണ്ടും അത് തന്നെ പറഞ്ഞ് ശല്യം ചെയ്യുന്നത്? മര്യാദയ്ക്ക് ചെന്ന് ജോലി നിർത്താൻ വേണ്ടിയിട്ടുള്ള കടലാസുകൾ കൊണ്ടുവാ. നാഗേന്ദ്രൻ പറഞ്ഞതും പരമേശ്വരൻ അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു. ഫോർമാലിറ്റികളെല്ലാം കഴിഞ്ഞ ശേഷം പരമേശ്വരൻ അരുന്ധതിയുടെ കയ്യിൽ ഒരു കവർ ഏൽപ്പിച്ചു. അത് തുറന്നു നോക്കിയ അവൾ പുരികം ചുളിച്ചുകൊണ്ട് പരമേശ്വരനെയും അനന്തനെയും നോക്കി. നോക്കണ്ട, അതിൽ കൂടുതലുണ്ട്. കുട്ടിയുടെ ഈ മാസത്തെ ശമ്പളവും പിന്നെ ഇവിടെ സംഭവിച്ചതിനുള്ള നഷ്ടപരിഹാരം കൂടിയാണത്, പരമേശ്വരൻ പറഞ്ഞു. അനന്തൻ ആ കവർ വാങ്ങി നോക്കിയ ശേഷം അരുന്ധതിയോട് ചോദിച്ചു, അനു, നിനക്ക് എത്ര രൂപ ഇവിടെ ശമ്പളമായിട്ട് ബാക്കി കിട്ടാനുള്ളത്? അനന്തൻ ചോദിച്ചു. അത് 1370 രൂപ, അത്രേ ഉള്ളൂ, അവൾ പറഞ്ഞു. അനന്തൻ ആ കവറിൽ നിന്ന് അത്രയും കാശ് എണ്ണി അവളുടെ കയ്യിൽ ഏൽപ്പിച്ച ശേഷം ബാക്കി ഭദ്രമായി പരമേശ്വരന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. അനന്തൻ ചുറ്റിനും നോക്കി. വർഷയെയായിരുന്നു അവൻ അവിടെ തേടിയത്. അവൾ വളരെ സമർത്ഥയാണ്. അനന്തന്റെ ശ്രദ്ധ തെറ്റിയ ഏതോ നിമിഷത്തിൽ അവൾ രക്ഷപ്പെട്ടിരിക്കുന്നു. ഇനി ഒരിക്കൽ കൂടി ഇതേ അഹങ്കാര ഭാവത്തിൽ എന്റെ മുന്നിലെങ്ങാനും വന്ന് പെട്ട വെറുതെ വിടില്ലെന്ന് ഞാൻ, അനന്തൻ മനസ്സിൽ കുറിച്ചിട്ടു. പോകുന്നതിന് മുൻപ് നാഗേന്ദ്രനോട് നന്ദി പറയാനും മറന്നില്ല അനന്തൻ. അയാൾ കൂടി ഇടപെട്ടതുകൊണ്ടാണ് തനിക്ക് അധികം പ്രയാസങ്ങളില്ലാതെ ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ കഴിഞ്ഞത്. അനന്തൻ ഓർത്തു. അരുന്ധതിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടെ നിന്നിറങ്ങിയ അനന്തൻ ശ്രദ്ധിച്ചു. അവൾ ഇപ്പോഴും മറ്റേതോ ലോകത്താണ്. കണ്ടതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല അവൾക്കിപ്പോഴും. അനന്തന്റെ രൗദ്ര രൂപം കണ്ടതിന്റെ നടുക്കം അവളെ വിട്ടുപോയിട്ടില്ല. അനന്തേട്ടന്റെ കയ്യിൽ തന്റെ അറിവിലുള്ളതിനേക്കാൾ കാശുണ്ട്. അതുപോലെ തന്നെ അന്ന് കൂട്ടിക്കൊണ്ടുവന്ന കാർ, ഇപ്പോൾ ഈ നാഗേന്ദ്രനുമായിട്ടുള്ള അടുപ്പം ഒക്കെയും ഒരു നിഗൂഢത പോലെ തോന്നി അരുന്ധതിക്ക്. നീ എന്താ ഇങ്ങനെ വാടി തളർന്ന് നടക്കുന്നത്? നിന്റെ ഏട്ടൻ എല്ലാവരെയും ഇടിച്ച് പറപ്പിക്കുന്നത് കണ്ടിട്ടാണോ? ഇതിപ്പോ ഇടികൊണ്ടവന്മാരെക്കാളും ക്ഷീണം നിനക്കാണല്ലോ. നാളെ ആവട്ടെ, നമ്മുടെ മരുന്നുശാലയിൽ പോയി നിന്റെ ഈ വാട്ടമൊക്കെ മാറി നല്ല തേജസ് ഉണ്ടാവാനുള്ള എന്തെങ്കിലുമൊക്കെ മരുന്ന് ഞാൻ തന്നെ ഉണ്ടാക്കിത്തരാം. അല്ലെങ്കിൽ നമ്മുടെ ഔഷധ തോട്ടത്തിലൊക്കെ പോയിട്ട് എത്ര കാലായി, അനന്തൻ പറഞ്ഞു. ഏട്ടനതിന് മരുന്നൊക്കെ ഉണ്ടാക്കാൻ അറിയോ? ഇതൊക്കെ എങ്ങനെ പഠിച്ചു? ഞാൻ അറിയാത്ത ഒത്തിരി മാറ്റങ്ങളുണ്ട് ഏട്ടനിപ്പോ, അരുന്ധതി പറഞ്ഞു. അതൊക്കെയുണ്ട്, ഓരോന്നോരോന്നായി നീ വഴിയെ അറിയും.
ഇപ്പൊ തൽക്കാലം ഈ കുഞ്ഞിത്തല ഓരോന്ന് ആലോചിച്ച് വെറുതെ പുകയ്ക്കണ്ട. എന്ത് മാറ്റം വന്നാലും ഞാൻ എന്നും എന്റെ മോളുടെ അനന്തവേട്ടൻ തന്നെയാ. വെറുതെ ഓരോന്ന് ഓർക്കാതെ വാ, വേഗം വീട്ടിലേക്ക് പോ. അനന്തൻ പറഞ്ഞു. അവർ വീട്ടിലെത്തിയ ശേഷം എപ്പോഴാണ് ഉറങ്ങിയത് എന്നറിയില്ല. അത്രയ്ക്ക് ക്ഷീണമുണ്ടായിരുന്നു ഇരുവർക്കും. പിറ്റേന്ന് രാവിലെ അവർ നേരെ പോയത് അവരുടെ ആയുർവേദ ഡിസ്പെൻസറിയിലേക്കാണ്. അനന്തന്റെ അച്ഛന് വിശ്വസിക്കാനാവുന്നുണ്ടായിരുന്നില്ല. അയാൾ പല ആവർത്തി ചോദിച്ചു, മോനെ, ഇതിപ്പോഴും നമ്മുടെ സ്വന്തമാണോ? ഞാൻ വിശ്വസിച്ചോട്ടെ? അച്ഛ, ഞാൻ എത്ര തവണ പറഞ്ഞു, എന്തിങ്ങനൊരു കാര്യം ഞാൻ കള്ളം പറയുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? ഇനി അത്രയ്ക്ക് സംശയമാണെങ്കിൽ ഭാർഗവൻ സാറിന് നമുക്ക് നേരിട്ട് പോയി കാണാം. അദ്ദേഹം പറഞ്ഞാലെങ്കിലും വിശ്വസിക്കോ? അനന്തൻ പരിഭവത്തോടെ ചോദിച്ചു. അതൊന്നും വേണ്ട മോനെ, എനിക്ക് നിന്നെ വിശ്വാസമാ. നീ ഈ ക്ലിനിക്കിന്റെ പേപ്പേഴ്സൊക്കെ എന്നെ ഏൽപ്പിച്ചതാണല്ലോ. എന്നാലും എന്റെ ഒരു ആവേശം കൊണ്ട് വീണ്ടും ചോദിച്ചു പോകുന്നത്, വാസുദേവൻ പറഞ്ഞു. അപ്പോ അച്ഛന് ടാക്സി ഡ്രൈവർ ജോലി ഇന്നത്തോട് ഉപേക്ഷിക്കാം. ഞാനും എന്റെ പാർട്ട് ടൈം ജോലി നിർത്തി. ഇനി ഫുൾ ടൈം പഠിത്തം. ഇനി നമുക്ക് നമ്മുടെ പഴയ ജീവിതം മതി. അച്ഛന്റെ ഒപ്പം ഇനി ഏട്ടനും കാണും സഹായത്തിന്. ഏട്ടനും എന്തൊക്കെയോ പൊടിക്കൈകൾ അറിയാന്നൊക്കെയാ എന്നോട് പറഞ്ഞിരിക്കുന്നത്. അരുന്ധതി കുറുമ്പോടെ പറഞ്ഞു. എല്ലാവരും സന്തോഷത്തോടെ സംസാരിച്ചു നിൽക്കുന്നതിനിടെ വാസുദേവന്റെ മുഖം പെട്ടെന്ന് ഇരുണ്ടു. ഇല്ല മക്കളെ, ഇനി അച്ഛന് അത്ര പെട്ടെന്ന് പഴയ ജീവിതത്തിലേക്ക് പോകാൻ കഴിയില്ല. ഈ ആയുർവേദശാല മാത്രം സ്വന്തമാക്കിയിട്ട് സത്യത്തിൽ ഇപ്പൊ നമുക്കൊരു ഉപയോഗവും ഇല്ല, അയാൾ പറഞ്ഞു. അനന്തന് കാര്യം മനസ്സിലായി. തന്റെ അച്ഛന്റെ ലൈസൻസ് നഷ്ടപ്പെട്ടിരിക്കുന്നു. സ്വന്തം മുത്തശ്ശൻ തന്നെയാണ് അതിന് പിന്നിൽ കളിച്ചിരിക്കുന്നതെന്ന് ആലോചിക്കവേ അനന്തന്റെ വിഷമം ഇരട്ടിച്ചു. അച്ഛന് താൻ നേടിക്കൊടുത്തത് വെറുതെ ആകുമോ? അനന്തൻ ചിന്തിച്ചു. ഒട്ടും എളുപ്പമല്ലാത്ത ഒരു ദൗത്യമാണ് ഇനി തന്റെ മുൻപിലുള്ളത്. എല്ലാം തീരുമാനിച്ചുറപ്പിച്ചു എന്ന മട്ടിൽ അനന്തൻ തന്റെ അച്ഛനെയും ആ ഡിസ്പെൻസറിയും മാറി മാറി നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ആ ചിരിയിൽ ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞിരിക്കുന്നു. വാസുദേവന് ലൈസൻസ് തിരികെ കിട്ടുമോ?